എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു പദമാണ് എടുക്കുന്നത്. ആ പദം വേറൊന്നുമല്ല, ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളിലേക്ക് 2-ാം അധ്യായമാണ്. 2-ാം അധ്യായം ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. എഫെസ്യ ലേഖനം 2-ാമത്തെ അധ്യായമാണ്. 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ്. അതിക്രമങ്ങളാലും വേണമെങ്കിൽ ഒന്ന് വായിച്ചു മോനെ ആ വാക്ക്. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും യേശു ഉയർപ്പിച്ചു. ഈ 1-ാം വാക്യത്തിൽ ഉയർപ്പിച്ചു എന്നാണെങ്കിൽ 5-ാം വാക്യത്തിൽ വരുമ്പോൾ ഉയർപ്പിച്ചു എന്നല്ല, ജീവിപ്പിച്ചു എന്നാണ്. 5-ാം വാക്യം ഒന്ന് നോക്കി. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ യേശുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. അത് ഇങ്ങനെ പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. യേശുവിൻ്റെ ജീവൻ വന്ന് നമ്മളെ ജീവിപ്പിച്ചു. ഒന്ന് പറഞ്ഞ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മളെ യേശുവിൻ്റെ ജീവൻ വന്ന് ജീവിപ്പിച്ചു. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറയാമോ? അതിക്രമങ്ങളാലും. കരമുയർത്തിയൊന്നും എല്ലാവരും ഒന്ന് പറഞ്ഞേ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നിരുന്ന എന്നിലേക്ക് യേശുവിന്റെ ജീവൻ വന്നു. ഒരു പുതിയ ജീവിതം തുടങ്ങി. അപ്പൊ ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന ഈ പുതിയ ജീവിതം നിങ്ങൾ അറിയേണ്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇന്ന് എംഫസൈസ് ചെയ്യുന്നത്. ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന യേശുവിൽ തുടങ്ങിയിരിക്കുന്ന ഈ പുതിയ ജീവിതം യേശുവിൻ്റെ ജീവനെയും കൊണ്ട്, യേശുവിൻ്റെ ജീവൻ വന്ന ശേഷം തുടങ്ങിയതാണ്. ആ 2 പദം ഒന്നുകൂടെ ഞാൻ പറയാം. യേശുവിൻ്റെ ജീവനെയും കൊണ്ട്, യേശുവിൻ്റെ ജീവൻ വന്ന ശേഷം തുടങ്ങിയതാണ്. തിരിച്ചു പറഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ്. യേശുവിൻ്റെ ജീവൻ വന്ന ശേഷം യേശുവിൻ്റെ ജീവനെയും കൊണ്ട് തുടങ്ങിയ ഒരു ജീവിതത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഹല്ലേലൂയ. ഒന്നുകൂടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളോടൊന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു. യേശുവിൻ്റെ ജീവൻ വന്ന ശേഷം തുടങ്ങിയതാണ് ഇപ്പോൾ ഉള്ള ഈ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവനെ സ്വീകരിച്ചിട്ട് നിങ്ങൾ തുടങ്ങിയ ജീവിതമാണ്. ഒന്ന് പറഞ്ഞു, യേശുവിൻ്റെ ജീവനെ ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ തുടങ്ങിയ ജീവിതമാണ്. ഹല്ലേലൂയ. അത് പല പ്രാവശ്യം ഒന്ന് പറഞ്ഞു, ഉള്ളിലൊന്ന് എഴുതിക്കേ. ചങ്ങനാശ്ശേരിക്കാരാടായോണ്ടോ പല പ്രാവശ്യം പറയുന്നത്. ഒന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞേ. യേശുവിൻ്റെ ജീവനെ ഞാൻ സ്വീകരിച്ചു. അത് മുമ്പിലത്തെ അവസ്ഥ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആരാ കിടക്കാൻ വരുന്നേ? ഒരു ശവത്തെ ഇവിടെ കിടത്താം, അപ്പം നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, See this. ഇതായിരുന്നു യേശുവിലാകുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ അവസ്ഥ. 2:1 പറയുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ. ചത്ത് കിടക്കുക. നോക്കിയേ, ചലനം ഉണ്ടോ നോക്കിയേ? ഇല്ല, ഒരു ചലനവും ഇല്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുക. ഡെഡ് ഇൻ സിൻ ആൻഡ് ട്രെസ്പാസസ്. ഡെഡ് ഇൻ സിൻസ് എന്ന് വേണമെങ്കിൽ അവിടെ വിശേഷിപ്പിക്കാം. ഈ മനുഷ്യൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുക. അതുകൊണ്ട് തന്നെ ഒരു പരിപാടി കൊണ്ടും ഇദ്ദേഹത്തിന് യേശുവിൻ്റെ രക്ഷ നേടാൻ പറ്റില്ല. ചത്തവൻ എങ്ങനെയാണ് രക്ഷ നേടുന്നത്? ഒരു പ്രയത്നം കൊണ്ടും രക്ഷ നേടാൻ പറ്റുകയില്ല. കാരണം മരിച്ചു കിടക്കുക. ഇച്ചിരിയേലും ജീവൻ ഉണ്ടായിരുന്ന ആ ജീവനെ നിന്നോണ്ട് എന്തെങ്കിലും ചെയ്ത് നേടാമായിരുന്നു. ഒരല്പം പോലും എന്തില്ല, ജീവനില്ല. അതുപോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൃപയാൽ അത്ര വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത്. 2-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു അല്ലേ? 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചല്ലോ. നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത വാക്ക്, അതിന് നിങ്ങൾ കാരണമല്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് നോക്കിയേ. ദൈവത്തിന്റെ ദാനമത്രേയാകുന്നു. അടുത്തത്, ആരും പ്രശംസിക്കാതിരിക്കാൻ നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. എന്നാ പ്രവർത്തിക്കാനാ? ഇങ്ങോട്ട് നോക്കിയേ. ചത്ത് കിടക്കുന്നവൻ ഇനി എന്നാ പ്രവർത്തിക്കാനാ? ഈസ് ഡെഡ്. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, കാരണം ചത്ത് കിടക്കുക. അതിക്രമങ്ങളും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന ഇദ്ദേഹം എന്നാ ചെയ്ത് രക്ഷപ്പെടാനാ? ഒന്നും ചെയ്ത് രക്ഷപ്പെടാനൊക്കെയല്ല, കാരണം മരിച്ചു കിടക്കുക. ഹല്ലേലൂയ. വേറൊരാൾ രക്ഷിച്ചേ പറ്റൂ. ആ സ്ഥിതിയില്ല. അവിടെയാണ് അവിടുത്തെ കൃപയാൽ. 8-ാമത്തെ വാക്യം, അവന്റെ കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം. അവിടുത്തെ അവതാര്യം നിങ്ങൾക്ക് തന്നു. ആരുടെ? യേശുവിന്റെ അവതാര്യം. അതാണ് കൃപ. അവിടുത്തെ ദയാദാക്ഷിണ്യം, അതാണ് കൃപ. ജീവനില്ലാതെ കിടന്ന് നിങ്ങളോട് ഒരാൾക്ക് ദയ തോന്നി. ഒന്ന് പറഞ്ഞേ, ജീവനില്ലാതെ കിടന്ന് എന്നോട് ഒരാൾക്ക് ദയ തോന്നി, കരുണ തോന്നി, കൃപ തോന്നി. ആ തോന്നിയ കൃപക്കകത്തുനിന്ന് അയാള് തോന്നിയ കൃപ ആർക്കായിരുന്നു? യേശുവിനായിരുന്നു. കൃപ തോന്നിയ യേശു ആ കൃപയിൽ നിന്ന് എനിക്ക് വേണ്ടി രക്ഷ തന്നു.
കൃപയാൽ അത്രേ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെടും. എന്നിട്ട് ആദ്യമേ പറഞ്ഞു നിങ്ങൾ കാരണമല്ല. കാരണം ഇത് നേടാൻ നിങ്ങൾ കാരണമല്ല. കാരണം നിങ്ങൾക്ക് കാരണമാകാൻ എങ്ങനെയാണ് പറ്റുന്നത്? ചത്ത് കിടക്കുന്നവൻ എങ്ങനെയാണ് വേറെ ഒന്നിന് കാരണമാകുന്നേ? ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങോട്ട് നോക്കിയോ. ഒത്തിരി നേരം ഇതിനെ കൊന്നിടാൻ ഒക്കത്തില്ല, പെട്ടെന്ന് പറ. ഹല്ലേലൂയ. ഈ ചത്ത് കിടക്കുന്ന അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന ഈ വ്യക്തിയിലേക്ക് കൃപ തോന്നിയ യേശു എന്ത് ചെയ്തു? തൻ്റെ ലൈഫിനെ, അവിടുത്തെ ജീവനെ, ഒന്ന് പറഞ്ഞേ, അവിടുത്തെ ജീവനെ, ഹല്ലേലൂയ, ഒന്ന് ചേർന്ന് പറഞ്ഞേ, അവിടുത്തെ ജീവനെ ഈ വ്യക്തിയുടെ മേലേക്ക് കൊടുത്തു. സ്വീകരിക്കാനുള്ള കഴിവൊന്നുമില്ല, ചുമ്മാ കൈ നീട്ടിക്കൊണ്ട് വരിക കള്ളൻ. ഹല്ലേലൂയ. അവിടുത്തെ ജീവനെ ഈ ശരീരത്തിലേക്ക് പകർന്നു. ഈ പകർച്ചയിൽ ഈ വ്യക്തി ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 അപ്പൊ ഇന്ന് ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ അത് ആരുടെ ജീവനെയും കൊണ്ടാ? യേശുവിന്റെ ജീവനെയും കൊണ്ട്. ഇല്ല, നിങ്ങൾ പറഞ്ഞില്ല. ഇന്ന് ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് പ്രസന്റ് നിങ്ങൾക്ക് അറിയാം. ചത്ത് കിടന്നവനായിരുന്നു. ചത്ത് കിടന്ന ഇദ്ദേഹത്തിലേക്ക് എന്ത് വന്നതാ? ജീവൻ വന്നതാ. ഉറക്കെ പറ, ജീവൻ വന്നു. അപ്പൊ ഈ നിൽക്കുന്ന ജീവൻ ആരുടെ ജീവനാ? യേശുവിന്റെ ജീവൻ. ഇതാണ് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത്. ഹല്ലേലൂയ. പോരാ. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത് ഇതാണ്. ചത്ത് കിടന്ന നിങ്ങളിലേക്ക് ഒരു ജീവൻ വന്നു. ഹല്ലേലൂയ. ആ ജീവനാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. എത്ര പേര് അങ്ങനെ പറയാൻ മടിയില്ലാതെ പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്? ആ ജീവനാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. അപ്പൊ ഇനിയുള്ള ജീവിതം മുഴുവൻ ഈ ജീവനെ കൊണ്ടുള്ള ജീവിതമാ. ഉറക്കെ പറ, ഈ ജീവനെ കൊണ്ടുള്ള ജീവിതമാ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ സർട്ടൻ ഡൂസ് കാണും. ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങൾ കാണും ബൈബിളിൽ. ചെയ്യാൻ ദൈവം എന്തെങ്കിലും പറയുന്നെങ്കിൽ ഓർത്തോണം, ചെയ്യാൻ പറയുന്നതിന് മുമ്പേ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജീവൻ തന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന ടീച്ചർക്ക് മനസ്സിലാവും. അവിടുത്തെ ജീവൻ തരാതെ ഒരിക്കലും അവിടുന്ന് എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുകയല്ല. കാരണം എൻ്റെ പ്രയത്നം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊന്നും അല്ലത്. അവിടുത്തെ ജീവനെ കൊണ്ട് ഞാൻ ചെയ്യേണ്ടതാ. റിക്വയർമെന്റ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നറിയോ? ഹിസ് ലൈഫ്. അവിടുത്തെ ജീവനെ എനിക്ക് തന്നിട്ടാണ് അവിടുന്ന് എന്നിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടോ അതെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വിശുദ്ധ ജീവിതം അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധരാകുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നേ. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. വിശുദ്ധരാകുവീൻ എന്ന് കർത്താവ് പറയുന്നെങ്കിൽ ഓർത്തോ, ആ പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അവിടുത്തെ ജീവൻ തന്നിട്ടുണ്ട്. ആ ജീവനെയും കൊണ്ട് നിങ്ങൾക്ക് ആകാൻ പറ്റും. അതുകൊണ്ട് ആ വാക്ക് അങ്ങനെ പറഞ്ഞു, വിശുദ്ധരാകുവീൻ. അന്യോന്യം സ്നേഹിപ്പീൻ, ക്ഷമിപ്പീൻ. സ്വയത്തെ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളെ തകർത്ത് ഒരാളെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സ്വയത്തെ പറ്റുമോ? ഒരിക്കലും ഇല്ല. ചുമ്മാ വാചകം അടിക്കാൻ വേണമെങ്കിൽ എനിക്കും ക്ഷമിക്കാം, ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ ചുമ്മാ പറ്റത്തില്ല. പക്ഷെ ഈ സ്വീകരിച്ച ജീവന്റെ സ്വഭാവമാണ് ഫോർഗീവ്നെസ്. നിങ്ങൾ സ്വീകരിച്ച ജീവന്റെ സ്വഭാവമാണ് ക്ഷമ. ഓ ഹല്ലേലൂയ. ഇങ്ങനൊന്ന് മനസ്സിലാക്കിയത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. അല്ലെങ്കിൽ ഇത് വലിയ ചലഞ്ചായിട്ട് തോന്നും. എന്നെ കൊണ്ട് ഇത് പറ്റാത്ത ജീവിതമാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സ്വീകരിച്ച ജീവനെയും കൊണ്ട് മാത്രം പറ്റുന്നതാണ് യേശുവിൻ്റെ കൽപ്പനകളെല്ലാം. ഹല്ലേലൂയ. വിശുദ്ധരാകുവിൻ. വിശുദ്ധി എന്ന ദൈവത്തിൻ്റെ പ്രകൃതി, ദൈവത്തിൻ്റെ നേച്ചറാണ് വിശുദ്ധി. ഹോളിനെസ് ഈസ് ഹിസ് നേച്ചർ. അവിടുത്തെ പ്രകൃതിയെ എനിക്കൊരിക്കലും എൻ്റെ പ്രയത്നത്തെ നേടാൻ പറ്റുകയില്ല. പക്ഷെ അവിടുത്തെ ജീവൻ എന്നിൽ ഉള്ളത് കൊണ്ട് എനിക്ക് എന്നെ നേടാൻ പറ്റും ഈസി ആയിട്ട്. കരുണയുള്ളവനാകണം. എൻ്റെ അവസ്ഥ എനിക്കറിയാം. എനിക്ക് കരുണയില്ല. പക്ഷെ ഞാൻ സ്വീകരിച്ച ജീവൻ നിമിത്തം എനിക്ക് കരുണയുള്ളവനാകാൻ പറ്റും. ഇന്ന് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ഓർത്തോ, ജീവനം കൊണ്ടാണ് നിൽക്കുന്നേ. ഇന്ന് നിങ്ങൾ നടക്കുന്നെങ്കിൽ ഓർത്തോ, ജീവനം കൊണ്ടാണ് നടക്കുന്നേ. ഓ, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ആശയം എഫേസ്യ ലേഖനത്തിലെ മാത്രം ആശയമല്ല. അതാണ് ഇന്ന് പ്രധാനമായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-11 ഒന്നെടുത്ത്. 10:10 ജോൺ, ഗോസ്പൽ ഓഫ് ജോൺ 10:10. യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ. കണ്ടോ, കള്ളൻ പിശാചിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കും. കള്ളം വരുന്നത് എന്തിനാണെന്നറിയോ? മോഷ്ടിപ്പാനും
അറുക്കാനും മുടിക്കാനും. അല്ലാതെ. നിങ്ങൾ എന്തുണ്ടോ അതിനെ സ്റ്റീൽ ചെയ്യാൻ, മോഷ്ടിക്കാൻ വേണ്ടിയാവും വരുന്നത്. മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനും അല്ലാതെ കള്ളം വരുന്നില്ല. ഇനി യേശു വന്നതോ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും. നോക്കി യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. ഹല്ലേലൂയ. അപ്പൊ കള്ളം വന്നത് ഉള്ളത് കൊണ്ടുപോകാനാ. ഹല്ലേലൂയ. യേശു വന്നത് ഉള്ളത് തരാനാ. ഹല്ലേലൂയ. അറുക്കാനും മുടിക്കാനും അല്ല, മോഷ്ടിപ്പാനും അല്ലാതെ കള്ളം വന്നിട്ടില്ല. കള്ളം വന്ന് ഇത് ചെയ്തു. കള്ളൻ ഇത് ചെയ്തിടത്താണ് കർത്താവ് അത് ചെയ്തത്. എന്ത് ചെയ്തു? യേശു വന്നത് ജീവൻ ഉണ്ടാകാനും, വായിച്ചോ വാക്ക്, ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇനി യേശുവിന്റെ ഈ ഐ ആം സെയിങ്സ് ഉണ്ടല്ലോ, ഞാനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു, അതെനിക്കൊന്ന് എപ്പോഴേലും ഒന്ന് പ്രസംഗിക്കണമെന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതാണ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, 10:11. ഞാൻ നല്ല ഇടയനാകുന്നു. നോക്കിയേ, ഞാൻ നല്ല ഇടയനാകുന്നു. ഈ നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, യേശുവിടെ പറയാമേ ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയനാ. എന്തിനാ നല്ല ഇടയൻ എന്ന് പറയുന്നത്? ഇടയൻ ഇല്ലാത്ത ഒരു പ്രത്യേകത നല്ല ഇടയനുണ്ട്. ഒരിടയനും ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുകയല്ല, പക്ഷേ ഈ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. അടുത്ത വായിച്ചു നോക്കിയേ, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അപ്പൊ ആടുകള് ഇടയന്റെ ജീവൻ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതാണ് ഇവിടുത്തെ പോയിന്റ്. അതാണ് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ കൂടെയുള്ള ആടുകള് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കൈയും കാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മേന്ന് കരഞ്ഞ് നടക്കുന്ന ആടുകളല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആടുകളെന്ന് യേശുവോട് ഉദ്ദേശിച്ചത് യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന ശിശുവൃന്ദത്തെ തന്നെയാണ്. യേശുവിൻ്റെ പിന്നാലെ നടക്കുന്ന കൂട്ടരെ കുറിച്ച് തന്നെയാണ്. അവരോട് യേശു പറയുക, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞു, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇതുപോലൊരു നല്ല ഇടയനെ കണ്ടിട്ടുണ്ടോ? ആടിനെ നടത്തുന്ന ഇടയനെ കണ്ടിട്ടുണ്ട്, ആടിനെ തോളിൽ എടുക്കുന്ന ഇടയനെ കണ്ടിട്ടുണ്ട്, ആടിനെ പുല്ല് പറിച്ച് കൊടുക്കുന്ന ഇടയനെ കണ്ടിട്ടുണ്ട്, അല്ലെ പുല്ലുള്ളത്തോടെ ആടിനെ നയിക്കുന്ന ഇടയനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവനെ കൊടുക്കുന്ന ഒരു ഇടയനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? എത്ര പേര് കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ഇടയന്റെ പ്രത്യേകത പുല്ല് പറിച്ചു കൊടുക്കുമെന്നല്ല, മേൽത്തരമായ പുൽമേടയിൽ നടത്തുമെന്നല്ല, വെള്ളം കുടിപ്പിച്ച് വയറ് നടത്തുമെന്നല്ല, ജീവനെ തന്നവനാണ് ഈ ഇടയൻ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. തൻ്റെ കൂടെയുള്ള 100 ആടുകൾ ജീവിക്കുന്നുവെങ്കിൽ ഓർത്തോ, ആ 100 ആടുകളും ഇടയന്റെ ജീവനെയും കൊണ്ട് ജീവിക്കുന്ന ആടുകളാണ്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറയാൻ താല്പര്യമുണ്ടോ? 100 ആടുണ്ടെങ്കിൽ ആ 100 ആടും ആടിൻ്റെ ജീവനെ കൊണ്ട് ജീവിക്കുന്നവരല്ല, ഇടയൻ്റെ ജീവനെ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ചേർന്നൊന്ന് പറഞ്ഞ്, ജീവനെ കൊടുക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ജീവനെ കൊടുക്കുന്നു. ആ 5 ഉപമകള് യേശു പറയുന്ന ആ സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. 5 ഉപമകള്. ആരെന്നോട് ചേർന്ന് പറയും? 5 ഉപമകള്. യേശു ഒരുപോലെ പറയുന്ന 5 ഉപമകള്. നമ്മുടെ എവിടം തൊട്ടാ പറഞ്ഞ് അറിയാവുന്നവർ പറഞ്ഞ്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, ഒരെണ്ണം കാണാതെ പോയി. പിന്നെ 100 ആടുണ്ടായിരുന്നു, ഒരെണ്ണം കാണാതെ പോയി. പിന്നെ 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരു ചെറുക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ധനവാനായ മനുഷ്യന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. പിന്നെ ലാസറും ധനവാനും ഉണ്ടായിരുന്നു. ഈ 5 ഉപമകളെ യേശു പറയുമ്പോൾ ഈ 99 ആടിൻ്റെ കാര്യം, 100 ആടിൻ്റെ കാര്യം പറയുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 99നെ മരുഭൂമിയിൽ വിട്ടേച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. ആ വാക്ക് നിങ്ങൾ അടിവരയിടണമേ. നിങ്ങളുടെ എൻ്റെ എല്ലാം സംഖ്യാശാസ്ത്രത്തിൽ, ന്യൂമറോളജിയിൽ 99 വലുത്, 1 ചെറുതാണ്. പക്ഷേ കർത്താവ് അവിടെ ചെയ്ത ആ കാര്യം നിങ്ങളിവിടെ വായിക്കുന്നുണ്ട്. 99നെ മരുഭൂമിയിലിട്ടേച്ച് ആ ഒരാടിനു വേണ്ടി ആ ഇടയൻ നടക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടുകിട്ടിയപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, അതിനെ ചുമലിലെടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് സ്നേഹിതരെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ച്, എൻ്റെ ഈ ആട് നഷ്ടപ്പെട്ടതായിരുന്നു, എനിക്കിതിനെ തിരിച്ചു കിട്ടി, എൻ്റെ സന്തോഷത്തിൽ വന്ന് പങ്കുചേരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 99നെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചപ്പോൾ അങ്ങേക്ക് നൊമ്പരമില്ലായിരുന്നോ?
ഇവിടെയാണ് ആ തിരുഹൃദയം അറിയേണ്ടത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ ആ ഒന്നാരായിരിക്കണം? മാനസാന്തരം കൊണ്ട് ആവശ്യമുള്ള ആ ഒന്നിൻ്റെ കാര്യം ഇവിടെ പറയുമ്പോൾ എന്താ കണ്ടെടുത്ത് സത്യത്തിൽ ഇടയം പോയത് എന്തിനു വേണ്ടിയാണെന്നറിയോ? 99 മരുഭൂമിയിൽ ഇട്ടേച്ച് ആ ഒന്നിൻ്റെ പുറകെ പോയി എന്തിനു വേണ്ടിയാണെന്നറിയോ? ജീവനെ കൊടുത്തിട്ടാണേലും അതിനെ നേടണം. ഓ കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാലോ, കർത്താവ് ഈ 5 ഉപമ പറയുന്ന ഒറ്റ കോണ്ടെക്സ്റ്റിലാണ്. ആ കോണ്ടെക്സ്റ്റ് മാത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്വയനീതിയിൽ പുകഴുന്ന പരീശന്മാർ ദൈവനീതിക്ക് കീഴ്പ്പെടുവാൻ ഇഷ്ടമില്ലാതെ കർത്താവിൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്, മോശ ഞങ്ങൾക്ക് അകത്തും പുറത്തും എഴുതിയ കൽപ്പലകയിൽ എല്ലാ കൽപ്പനയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പോൾ മോശയുണ്ട്, ഈശോയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, യേശുവിനെ കൊണ്ട് ആവശ്യമില്ലാത്ത ആ വർഗത്തെ, ആ ഗ്രൂപ്പിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി യേശു പറഞ്ഞതാണ് 5 ഉപമ. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ പോലും അത് അദ്രവ്യാഗ്രഹിയായ പരീശനെയാണ് ധനവാനിലൂടെ യേശു കാണിച്ചത്. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം വന്നിരിക്കുന്നതൊക്കെ വേറെയാണ്. ഹല്ലേലൂയ. ആ ധനവാന്റെ ഉപമ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്, ദ്രവ്യാഗ്രഹികളായ പരീശന്മാരെ ഓർത്ത് യേശു പറഞ്ഞു എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട്, ഒരിടത്ത് ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, മറ്റൊരിടത്ത് വ്രണം നിറഞ്ഞ ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരുവൻ പുറമേ കാണിക്കുന്നവൻ, ഒരുവൻ പുറമേ ഒന്നും കാണിക്കാനില്ലാത്തവൻ. അതാ ആശയം. പക്ഷെ നമ്മൾ വ്യാഖ്യാനം വന്നപ്പോൾ നേരെ തിരിച്ചു കളഞ്ഞ വ്യാഖ്യാനത്തെ. ഹല്ലേലൂയ. ധനവാൻ എന്ന് പറയുന്നവൻ പാപി, ലാസർ എന്ന് പറയുന്നവൻ നീതിമാൻ. അവൻ പട്ടിണി കിടന്നുകൊണ്ടാണ് സ്വർഗത്തിൽ പോകാൻ കാര്യം, മറ്റവൻ കാശുള്ളതുകൊണ്ട് നരകത്തിൽ പോകാൻ കാര്യം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സത്യത്തിൽ അതല്ല. കാണിച്ചത് മുഴുവൻ പുറമേ ഉള്ള ധൂമ്രവസ്ത്രം ധരിച്ചത് പുറമെയാണ്, പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ചത് പുറമെയാണ്, ആഹാരം കഴിച്ച് ഉപജീവിച്ചത് പുറമെയാണ്. പുറമേ കാണിക്കുന്ന ഭക്തിയാണ് യേശു അതിലൂടെ എടുത്തു കാണിക്കാൻ താല്പര്യപ്പെട്ടത്. പരീക്ഷത്വത്തെയാണ് യേശു. ധനവാനായ പരീശന്മാർ അവർ ഇഷ്ടംപോലെ പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ പുറമെ ആൾക്കാരുടെ എല്ലാം മുമ്പ് ഞങ്ങൾ പാവപ്പെട്ടവരാന്ന് പറയുന്ന ആ മുഖത്തെയാണ് കർത്താവ് അതിലൂടെ ചീന്തിയത്. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടില്ല. എനിവേ തിരിച്ചു വരിക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചിന്തയിലേക്ക് വരാം. ആ 99 മരുഭൂമി ഇട്ടേച്ച് ഒന്നിൻ്റെ പുറകെ എന്തിനു പോയാന്നറിയോ? ജീവനെ കൊടുക്കാൻ. ഉറക്കെ പറ. ഞാൻ ആ 10:11 ഒന്നുകൂടെ വായിച്ചോ. ഞാൻ നല്ല ഇടയനാകുന്നു, ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു ഒന്ന് പറഞ്ഞു. യേശു നല്ല ഇടയനാകുന്നു. ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, യേശു നല്ല ഇടയനാകുന്നു. Hallelujah. I am the good shepherd. The good shepherd laid down his life for the sheep. He's laying down his life for the sheep. അവൻ്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. ഹല്ലേലൂയ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഒന്ന് പറഞ്ഞേ, ജീവനെ കൊടുക്കുന്നു. അപ്പൊ എന്താ ഇന്ന് ഈ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? യേശുവിൻ്റെ ജീവനെ സ്വീകരിച്ച് ജീവിതം തുടങ്ങിയ യേശുവിൻ്റെ കൂടെ പ്രയാണം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഒന്ന് പറഞ്ഞു, യേശുവിൻ്റെ ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശുവിൻ്റെ. യേശുവിടെ പുറകോട്ട് പോയിട്ട് പറയാൻ താല്പര്യമുണ്ട്. കരമുയർത്തി പറഞ്ഞു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന എന്നിലേക്ക് കർത്താവിൻ്റെ ജീവൻ പ്രവഹിച്ചു. ആ പ്രവഹിച്ച കർത്താവിൻ്റെ ജീവൻ എന്നിൽ ജീവനായി വെളിപ്പെട്ടു. ആ ജീവനെയും കൊണ്ട് ഞാൻ തുടങ്ങിയ ജീവിതമായത്. ഇത് അവസാനം എത്തിപ്പിക്കുന്നത് എൻ്റെ ജോലിയല്ല, എനിക്ക് ഈ ജീവൻ തന്നവൻ്റെ ജോലിയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും തുടക്കവും ഒടുക്കവും അവനാണ്. He is the author and he is the finisher of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും അവനാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? നിങ്ങൾ തുടങ്ങി നിങ്ങൾ പൂർത്തീകരിക്കുന്ന ജീവിതത്തിലല്ല നിങ്ങൾ വന്നത്. നിങ്ങളിൽ അവൻ തുടങ്ങി, നിങ്ങളിൽ യേശു തുടങ്ങി, യേശു നിങ്ങളിൽ പൂർത്തിയാക്കുന്ന എത്ര പേർക്ക് മനസ്സിലായി? ഇല്ല, നിങ്ങളുടെ ഉള്ളത് വീടിട്ടില്ല. നിങ്ങൾ തുടങ്ങി നിങ്ങൾ പൂർത്തിയാക്കുന്ന ജീവിതത്തിലല്ല നിങ്ങളുള്ളത്. യേശു തുടങ്ങി നിങ്ങളിൽ തുടർന്ന് നിങ്ങളിൽ പൂർത്തിയാക്കുന്ന ജീവിതത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെയെക്കുറിച്ച് ഒരു ആകുലതയും വേണ്ട. ജീവൻ തന്നവൻ്റെ ജീവൻ്റെ അകത്ത് നിങ്ങളുടെ പരിപോഷണത്തിനുള്ള സകലവും ഉണ്ട്. ഓ ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. ഇതിലേറ്റവും എന്നെ സന്തോഷിപ്പിച്ച വാക്ക് 10:12 വാക്കാണ്. അത് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതി കരമടിച്ച് സ്വീകരിക്കണം ആ വാക്കിനെ. 12 വാക്യം ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കും. മോനെ വായിച്ചു 12 വാക്യം. ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ
ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ജീവൻ കൊടുക്കാമെന്ന് പറയുന്ന കൂലിക്കാരൻ ജീവൻ കൊടുക്കുന്ന സമയം വരുമ്പം ചെന്നായി വരുന്നത് കണ്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. എന്നാൽ ചെന്നായിയുടെ മുമ്പിൽ യുദ്ധം ചെയ്ത് ആടിനു വേണ്ടി ജീവനെ കൊടുത്ത, ഓ എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ചെന്നായി വരുന്നത് കണ്ടപ്പോ ഓടിപ്പോകാതെ നെഞ്ചും നെറ്റിയും വിരിച്ച് ചെന്നായിയെ തന്റെ ജീവനും കൊണ്ട് തകർത്ത. ഓ എത്ര പേരുടെ ഉള്ളിൽ അത് എഴുതിയെന്ന് എനിക്കറിയത്തില്ല. ചെന്നായി വരുന്നത് കണ്ടപ്പം കൂലിക്കാരനായ ഇടയൻ ഓടിപ്പോയി. എന്നാൽ യേശു ചെന്നായി വരുന്നത് കണ്ടു. അത് ക്രോസിലായിരുന്നു. അവിടുത്തെ ദിവ്യബലി കുരിശിൽ അർപ്പിക്കുവാനായിട്ട് അവിടുന്ന് പോയ സമയത്ത് ഹല്ലേലൂയ മാനവജാതിയെ കടിച്ചു കീറുവാനായി വരുന്ന ആ വലിയ ചെന്നായി കൂട്ടത്തെയായിരുന്നു യേശു കണ്ടത്. പിശാചും അവന്റെ കിങ്കരന്മാരും മാനവജാതിയുടെ മേൽ വാഴ്ചയും അധികാരവും ശക്തിയും കർത്തൃത്വവും വെച്ചുകൊണ്ട് വാഴുകയായിരുന്നു. എന്നാൽ ക്രൂശിൽ ഒരു മിനിറ്റ് പോലും അവിടുന്ന് വിട്ടുകൊടുത്തില്ല. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ച് അവിടുത്തെ ജീവനെ കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങി കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. എത്ര പേരത് സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ജീവിതം യേശു ജീവൻ കൊടുത്ത് എനിക്ക് തന്ന ജീവിതമാണെന്ന് അറിയുന്നവരെ കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ജീവിതം മടിക്കരുത് ദൈവമക്കളെ, മടിക്കരുത്. ഹല്ലേലൂയ. എന്റെ യേശു ജീവൻ കൊടുത്ത് എനിക്ക് നേടിത്തന്ന ജീവനാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ജീവനെന്ന് അറിയുന്നവരെ കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. ഇനിയാ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നത്തെ സംസാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഞാൻ വായിക്കാൻ പോവാ. 10-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ദയവായി 15-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നാട്ടെ. യേശു ചെന്നായിയുടെ നടുവിൽ ജീവൻ കൊടുത്ത് തന്റെ ജീവനെ നിങ്ങൾക്ക് നേടിത്തന്നു. ഇനി അടുത്തത് 15-ാമത്തെ വാക്യം വായിച്ചോനെ. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ചേർന്ന് പറഞ്ഞേ, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. 28-ാമത്തെ വാക്യം കൂടെ നോക്കിക്കോ. 15 ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. 10:28 ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഞാൻ അവയ്ക്ക് ജീവൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ എക്സ്ട്രീമിലേക്ക് കർത്താവ് കൊണ്ടുപോവുക. ഇത് വെറും ജീവനല്ല, സിംപ്ലി ഒരു ലൈഫ് അല്ല, പിന്നെ എറ്റേണൽ ലൈഫായത്. നിത്യജീവനെ കൊടുക്കും. എന്നിട്ട് അടുത്ത പദം ഒന്ന് കേട്ടെന്ന് സ്വീകരിച്ചോണേ. ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ടോക്കിലെ പദം. വായിച്ചു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. എന്റെ ജീവനെ സ്വീകരിച്ച ഒരെണ്ണം പോലും ഹല്ലേലൂയ, ആമേൻ, ഒരു നാളും നശിച്ചു പോകയില്ല. അവരെ നശിപ്പിക്കാൻ 1000 ശക്തികൾ ഒരുമിച്ചാലും വേണ്ടിവരെ സ്വീകരിച്ചോ. എന്റെ ജീവനെ സ്വീകരിച്ച ഒരെണ്ണം പോലും നശിച്ചു പോകത്തില്ല. നാശത്തിന്റെ ദുരാത്മാക്കൾ ഈ വചനത്തിന്റെ മുന്നിൽ ഞെട്ടി വിറയ്ക്കുന്നു. ഈ മിനിറ്റുകളിൽ എനിക്കത് കാണാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് അത് പറയുന്നു. നശിപ്പിക്കാൻ കയറിയ ബാധകൾ കുടുംബങ്ങളിൽ നിന്ന് ഓടുന്നു. നിന്റെ ശരീരത്തെ കൊല്ലാൻ കയറിയ, നിങ്ങളുടെ ശരീരത്തെ തകർക്കാൻ കയറിയ, സമ്പത്തിനെ മുടിക്കാൻ കയറിയ, ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ കയറിയ സകല അശുദ്ധ ശക്തികളും ഈ വാക്യത്തിന് മുമ്പിൽ നടുങ്ങുന്നു, വിറയ്ക്കുന്നു. ആർക്കും എത്ര പേര് ആ വാക്യത്തെ കാണുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ കർത്താവ് ഇന്ന് വ്യക്തമായി പറയുന്നു, എന്റെ ജീവനെ സ്വീകരിച്ച ഒരെണ്ണം പോലും നശിച്ചു പോകത്തില്ല. ഒന്ന് പറഞ്ഞു, നശിച്ചു പോകത്തില്ല. ഒരു 4 പേർക്കെങ്കിലും കരം കൊടുത്ത് പറഞ്ഞു, നശിച്ചു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ബ്രദറെ, നശിച്ചു പോകത്തില്ല. മടി കൂടാതെ പറഞ്ഞു, നശിച്ചു പോകത്തില്ല. നാശത്തിന്റെ വക്കിലായിരിക്കാം. ഇന്ന് ടെലിവിഷനിലൂടെ ജനലക്ഷങ്ങൾ ഈ സമയത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓൺ ലൈവായിട്ട്
രോഗരാജ്യങ്ങളിൽ ശുശ്രൂഷ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ, നാശത്തിന്റെ വക്കിലായിരിക്കാം, കടക്കണി കൊണ്ട് തല ഉയർത്താൻ പറ്റാതെ ആയിരിക്കാം, ഒരു ഗതിയും പരഗതിയും ഇല്ലായിരിക്കാം. ഈ വചനം ഒന്ന് കണ്ണടച്ച് വിശ്വസിക്ക്. ഇതിനെ ഒന്ന് മുറുകെ പിടിക്ക, ഇതിനെ ഒന്ന് മുറുകെ പിടിക്ക. അവന്റെ ജീവനെ സ്വീകരിച്ച ഒരെണ്ണം പോലും എത്ര പേര് അതിനെ സ്വീകരിച്ചിട്ടുണ്ട്? നശിച്ചു പോ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ചില മിനിറ്റുകൾ പോരാ. ഉയർത്തെഴുന്നേൽപ്പിന്റെ അഭിഷേകത്തെ കർത്താവ് അയക്കുക, ശക്തി കർത്താവ് അയക്കുക. വ്യക്തമായിട്ട് വിരൽ ചൂണ്ടി വ്യക്തികളെ നോക്കി കർത്താവ് വിളംബരം ചെയ്യുന്നു, നീ നശിച്ചു പോകത്തില്ല, കാരണം എന്റെ ജീവൻ നിന്റെ മേലുണ്ട്. തുറന്ന വഴികൾ അടഞ്ഞ് കണ്ടിട്ടായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്. തുടങ്ങിയ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ. തകർന്നുടഞ്ഞായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്. നാളെ എങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. കടഭാരം ജപ്തിയായി വന്നിരിക്കുന്നുണ്ടാകാം. ഈ സമയത്ത് വചനം കേൾക്കുമ്പോ വിശ്വാസത്താൽ സ്വീകരിച്ചു, നശിച്ചു പോകത്തില്ല. 10-18 1000 തവണ ആ വാക്യം വായിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആശിക്കുന്നു. കാരണം ഇന്ന് രാവിലെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ വചനം എൻ്റെ ഉള്ളിൽ വീണപ്പോ ഞാൻ അറിയാതെ പൊങ്ങിപ്പോയി. കർത്താവിനോട് പറഞ്ഞു, ഇല്ല മോനെ, ഈ വചനം ഇന്ന് അനേകരെ ജീവിപ്പിക്കാൻ പോകുകയാ, അനേകരെ ജീവിപ്പിക്കാൻ പോകുകയാ. നശിച്ചു പോകത്തില്ല. ഓ, വായിച്ചു മോനെ വാക്ക് 10:28. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല. ഓ, ഒരെണ്ണം പോലും. അവ ആടുകള്, ഞാൻ എൻ്റെ ജീവനെ കൊടുത്ത എൻ്റെ ആടുകള് ഒരെണ്ണം പോലും ഒരു നാളും, ഹല്ലേലൂയ, ഒരു നാളും, ഹല്ലേലൂയ. നിങ്ങൾ ആ പദം കേട്ടില്ലെന്ന് തോന്നുന്നു. ഒരു നാളും, ഒരു ദിവസവും. ഓ, ഒന്ന് പറഞ്ഞേ, ഒരു നാളും ഞാൻ കൊടുത്തതാ. അത് അവരെടുത്തതല്ല, ഞാൻ കൊടുത്തതാ. ആമേൻ. Come on somebody. ഞാൻ കൊടുത്തതാ. ആമേൻ. അവരെടുത്തതല്ല, അവര് കരഗതമാക്കിയതല്ല, ഞാൻ കൊടുത്തതാ. Every single word in the New Testament proving the finished work of Jesus. പുതിയ നിയമത്തിന്റെ ഓരോ തിരുവെഴുത്തും യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയെ ഉറപ്പിക്കുന്നു. ഞാൻ കൊടുത്തതാ അവക്ക്, ഞാൻ കൊടുത്തതാ. ഒന്ന് കർത്താവ് ഒന്ന് പറഞ്ഞു എന്നോട് ചേർന്ന്, യേശു എനിക്ക് തന്നതാ, യേശു എനിക്ക് തന്നതാ, ഞാൻ നേടിയതല്ല, എന്റെ എഫോർട്ട് അതിന്റെ പിന്നിലില്ല, അവിടുന്ന് എനിക്ക് തന്നതാ, ആ തന്നത് എന്റെ ഉള്ളിലാ, അതുള്ളിലുള്ള എത്രയും കാലം, അതുള്ളിലുള്ള എത്രയും കാലം നശിച്ചു പോകത്തില്ല. ഇനി തന്നതിന്റെ ഗ്യാരണ്ടിയുടെ കേട്ടോ, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഹല്ലേലൂയ. ഇല്ല, നിങ്ങളുടെ വീണത്തിൽ അതിന്റെ അർത്ഥം വീണിട്ടില്ല. വീണ ഇങ്ങനെയൊന്നും അല്ല, വീണാൽ ഇങ്ങനെയൊന്നും അല്ല. എനിക്കറിയാം, വീണവനെ കണ്ടാ എനിക്കറിയാം. ഹല്ലേലൂയ. ആരും വാക്ക്, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് ഈ ജീവൻ, ഞാൻ ജീവൻ കൊടുത്ത എന്റെ ആടുണ്ടല്ലോ, എന്റെ മൂത്ത. ഹല്ലേലൂയ. 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 ആരും, ആമേൻ. അവയെ ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ, ആരും ഞാൻ ജീവൻ കൊടുത്ത എന്റെ കയ്യിലിരിക്കുന്നതിനെ പിടിച്ചു പറിക്കുകയില്ല. എന്റെ കയ്യിൽ നിന്ന് പറയണമെങ്കിൽ എവിടെയാ നിങ്ങൾ? എന്റെ കയ്യിൽ നിന്ന്. ആ കയ്യിൽ ഒരു സാധനം പിടിച്ചോണ്ട് ഇങ്ങോട്ട് വാ.
കൈ പിടിച്ചോണ്ട് പറയുകയാണ്, ആരും ഒരിക്കലും ഇതിനെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക. പറയണമെങ്കിൽ അതെവിടെ ആയിരിക്കണം? കയ്യിലായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആരും ഹല്ലേലൂയ. മുഴുവൻ ലോകത്തെയും വെല്ലുവിളിക്കാൻ ഈ ഒരു വാക്യം മതി ബ്രദറെ. ആരും അവയെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇതൊരു ചെറുപ്പക്കാരന്റെ ആവേശമായിട്ട് തോന്നുന്നെങ്കിൽ സോറി, ഹല്ലേലൂയ. ഇതല്ല. ചെറുപ്പക്കാരന്റെ ആവേശമാണ്. ഇതിൽ പലതും നിങ്ങൾ കാണേണ്ടിയിരിക്കും. ഇതല്ല. This is something else. ഇത് വേറെന്തോ. ആമേൻ. ആരും പറഞ്ഞു, ആരും ഒരുത്തനും. റിപ്പീറ്റ് ആഫ്റ്റർ മീ. എന്റെ കൂടെ പറ, ഒരുത്തനും എന്റെ കയ്യിൽ നിന്ന് ഇതിനെ പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. അത് പറക്കുള്ള ഭാഷയാണ്. ബൈബിളിലെ ഭാഷ ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ആരും ഈ ആരും എന്നുള്ളതിനെ മാനവരാശിയെ മുഴുവൻ ഇങ്ങോട്ട് വിളിക്കുക. ഇങ്ങോട്ട് വാടാ. അപവാദിയെ ഇങ്ങോട്ട് വാടാ. ആക്ഷേപം പറയുന്നവനെ ഇങ്ങോട്ട് വാടാ. എന്റെ കർത്താവിന്റെ കയ്യിൽ നിന്ന്. ജീസസ്. സൗര ഇതും കേട്ട് മയിൽക്കുറ്റി പോലെ ഇരുന്ന് ഇതുവഴി ഞാൻ ഓടിക്കും കേട്ടോ. ഉള്ളിൽ എഴുതിക്കോണം ഈ വചനത്തെ. അഭിമാനത്തോടെ പറഞ്ഞോണം, ഒരുത്തനും ഒരു രോഗവും ഒരു ശാപവും ഒരു കടഭാരവും ഒരു മന്ത്രവാദവും ഒരു ആഭിചാരവും ഒരു അപവാദവും ഒരു വേദനയും ഒരു ദുഃഖവും എന്നെ എന്റെ കർത്താവിന്റെ കയ്യിൽ നിന്ന്, എന്റെ യേശുവിന്റെ കയ്യിൽ നിന്ന്. ഒന്ന് പറഞ്ഞു സഹോദരങ്ങളെ, എന്റെ യേശുവിന്റെ കയ്യിൽ നിന്ന്. പറഞ്ഞു മോനെ, എന്റെ കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്നെ പിടിച്ചു പറിക്കത്തില്ല. മടി കൂടാതെ ആദരം തുറന്ന് പറ ദൈവമകളെ, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 1000 പ്രാവശ്യം ഇന്ന വാക്യം കേൾക്കാൻ ഇഷ്ടമാണ്. അത്രമേൽ എന്നെ ആ വചനം സ്പർശിക്കും. നിങ്ങളെ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. എന്നെ ആ വചനം സ്വസ്ഥത കെടുത്തി അനുഗ്രഹിക്കുന്നു. എന്റെ ബുദ്ധിക്ക് അതീതമായ വചനം എന്റെ മേൽ വ്യാപരിക്കുന്നു. എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ആ വാക്യം എന്റെ മുമ്പിൽ തെളിയുന്നു. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ആരെ നോക്കി ഇരിക്കണ്ട. അടുത്തിരിക്കുന്നവർ എന്നാ ചെയ്തോട്ടെ, അവരെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളും കർത്താവ് ഇവിടെ ഉള്ളൂ. പ്രതികരിക്കാൻ തുടങ്ങിക്കോ. ആരും ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയല്ല. കാരണം അവരിയ്ക്കുന്നത് എന്റെ കയ്യിലാണ്. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ അടുത്ത പാഠം പഠിക്ക്. ചത്തുകിടന്ന് എന്നെ ജീവൻ തന്ന് തുടങ്ങിയതാ ജീവിതം. ജീവൻ തന്നവൻ എന്നെ ഇട്ടേച്ച് പോയിട്ടില്ല, കയ്യിലാ പിടിച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എത്ര നടന്നാലും ആ കയ്യിലാ നടക്കുന്നത്. ഒന്ന് കണ്ടേ ആ രംഗം ഒന്ന് കണ്ടേ. നീ എത്ര ഓടിയാലും ആ കയ്യിലാ ഓടുന്നത്. നീ എത്ര ഓടിയാലും, നീ എത്ര വിട്ടേച്ച് പോയാലും ആ കയ്യിലാ ഓടുന്നത്. എത്ര ഓടിയാലും ആ കയ്യിലാ ഓടുന്നത്. അവനെ വിട്ട് നിനക്ക് ഓടാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരു പിന്മാറ്റത്തിനും ഒരു ദുർസ്വഭാവത്തിനും നിന്നെ പരിപൂർണമായിട്ട് പറിച്ചെടുക്കാൻ പറ്റൂല. ഉറപ്പായിട്ട് അങ്ങ് വിശ്വസിച്ചു. ഒന്നിനും ആ വാക്യങ്ങളൊന്ന് വായിച്ചു മോനെ. 16 മുതൽ 17 മുതൽ വായിച്ചു. എന്റെ ജീവനെ
വീണ്ടും പ്രാപിക്കേണ്ടതിന്. അല്ല, ഇപ്പൊ വായിച്ച 28 അല്ലേ? 27 വായിച്ചോ മോനെ. 27. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ അനുഗമനം എന്ന് പറയുന്നതിനൊക്കെ അറിയണ്ടേ? അപ്പൊ ആൾക്കാർ ചോദിക്കും, അനുഗമിക്കണ്ടേ? അനുഗമിക്കണം. ആരാ പറഞ്ഞ അനുഗമിക്കണ്ടെന്ന്? അപ്പൊ അത് ഡൂ അല്ലേ? ഡൺ നടന്നുകൊണ്ട് അത് ഡൂ ആകുന്നേ. എന്താ ഡണ്ണെന്നറിയോ? എന്നെ അവന് ജീവിപ്പിച്ചു, അവന്റെ ലൈഫ് എനിക്ക് തന്നു. എവിടെ നിങ്ങൾ ഡൂ കാണുന്നോ അതിന് മുമ്പിൽ ഒരു ഡൺ ഉണ്ടാവും. ഇല്ലെങ്കിൽ യേശു ക്രൂശിൽ ഒന്നും ചെയ്തില്ലെന്ന് പറയേണ്ട വരും. യേശുവിന്റെ ക്രൂശിലെ മരണം പാർഷ്യലായിരുന്നു എന്ന് പറയേണ്ടി വരും. കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുന്നതിന്റെ കാര്യം ഈ വചനമാ. ആരും ഒന്ന് പറഞ്ഞേ, ആരും എന്നെ അവരിൽ നിന്ന് മാറ്റുകയില്ല, പിടിച്ചു പറിക്കാൻ പറ്റുകയില്ല. വായിച്ചു 27 മുതൽ വായിച്ചു മോനെ. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവയെ അറിയുന്നതുകൊണ്ട് അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആ ഒരു നാളിനകത്ത് നിങ്ങളുടെ ഏതെല്ലാം മഷിയുണ്ടോ അതെല്ലാം കൊണ്ട് അടിവരയിട്. ഒരു നാളും, ഒരു ദിവസം പോലും. ഒന്ന് പറഞ്ഞേ, ഒരു നാളും ഹല്ലേലൂയ നശിച്ചു പോകയില്ല. അടുത്തത്, നശിച്ചു പോകയില്ല. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന്. ഒന്ന് പറഞ്ഞു, ഒന്നും ആരും. അവനെന്നല്ല പറഞ്ഞേ, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അടുത്തത്, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ്. തുടങ്ങ, അടുത്ത റേഞ്ചിലോട്ട് പോവുക. അവയെ ഞാൻ ശ്രമിച്ച് നേടിയതല്ല, എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതാ. അപ്പൊ ആരൊക്കെ വന്നു? പിതാവ് കൊടുത്തു, പുത്രൻ പിടിച്ചു. ഒന്ന് കണ്ടേ. പിതാവ് കൊടുത്തു, പുത്രൻ പിടിച്ചു. പിടിച്ച പുത്രന്റെ ജീവനാൽ വാഴുന്നു. എന്നിട്ട് ഇപ്പൊ പുത്രൻ പറയാ, പിതാവ് എനിക്ക് തന്ന. ഇന്നലെ മഴ പെയ്തപ്പം ആ ഇറയത്ത് ഓടിക്കേറിയവരല്ല കേട്ടോ നിങ്ങള്. എത്ര പേര് കേൾക്കുന്നറിയില്ല. യാദൃശ്ചികമായിട്ട് ആ TV പ്രോഗ്രാം കണ്ട് ഇവിടെ വന്നു കയറിയതല്ല കേട്ടോ. പിതാവ് കൊടുത്തിട്ട്, പുത്രൻ വാങ്ങിയിട്ട്, ഒരിക്കലും പിടിച്ചു പറിക്കാൻ പറ്റാതെ പുത്രൻ സൂക്ഷിക്കുന്ന പുത്രന്റെ മുത്താ നിങ്ങൾ. എടുത്തോ. ഈ വചനം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ യേശുവേ, പോരാ. പിതാവ് കൊടുത്തിട്ട് ഈ വചനം പറയുമ്പോ തന്നെ, എന്റെ സ്വയംസാര വചനം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പിടിച്ചു പറിക്കാൻ വന്ന ശക്തികളെല്ലാം കൂടെ നിലവിളിച്ചോടിക്കൊണ്ടിരിക്കും. അയ്യോ, നിങ്ങളിലുള്ളതിനെ പറിച്ചെടുക്കാൻ വന്ന സകല ശക്തികളും ഇപ്പൊ ഈ വചനത്തിന് മുമ്പിൽ നിലവിളിച്ചോണ്ടിരിക്കുന്നു. കേട്ടെ? ആമേൻ. അവളിത് കേൾക്കണ്ടായിരുന്നു. ഇന്ന് അവളവിടെ പോകണ്ടായിരുന്നു. രാവിലെ മഴയും കൂടെ പെയ്ത സമയത്ത് നിനക്ക് വീട്ടിൽ ഇരിക്കത്തില്ലായിരുന്നോ? നീ എന്നതിനാ ഇത് കേൾക്കാൻ വന്നേ? അവിടെ നിനക്ക് ഇരിക്കാൻ ഇട കിട്ടത്തില്ലെന്ന് നിനക്കറിയത്തില്ല. പിന്നെ നീ എന്തിനാ? ഇല്ലടാ, ഈ സത്യം അറിഞ്ഞ ഒറ്റ ഒന്നിനെ നിനക്ക് വെറുതെ പോലും തൊടാൻ പറ്റില്ല. യേശുവിന്റെ നാമം ആരോഗ്യം മേലത് വ്യാപരിക്കുന്നു. വേണ്ടിയവര് സ്വീകരിച്ചോ. ഈ കൂട്ടത്തിന്റെ നില വിട്ടുപോകുന്നു. ഈ വചനം ഉറപ്പിക്കുന്നെങ്കിൽ, നിങ്ങളെ ഈ വചനം തള്ളുന്നെങ്കിൽ ചാടി അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങിക്കോ. ആരെ നോക്കി നിൽക്കണ്ട. ഈ വചനം നിങ്ങളെ സ്പർശിക്കുന്നെങ്കിൽ ആരും എന്നെ അപഹരിക്കത്തില്ല എന്ന ഉറപ്പ് യേശുവിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ മടിക്കണ്ട. പാവക്കുഴിയിൽ നിന്നും നേറ്റിയവൻ നമ്മെ തേടി വന്നു.
പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയവൻ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം എനിക്കേകിയല്ലോ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ ഇടയനെ പോൽ നമ്മെ തേടി വന്നു പാപക്കുഴിയിൽ നിന്ന് മേച്ചിയവൻ സ്വന്തമാക്കി എന്നെ തീർത്തിടുവാൻ സ്വന്തം രക്തം എനിക്കേകിയല്ലോ. സ്വന്തമാക്കി എന്നെ തീർത്തിടുവാൻ സ്വന്തം രക്തം എനിക്കേകിയ സ്വന്തമാക്കി എന്നെ തീർത്തിടു സ്വന്തം രക്തം പിടിച്ചു പറഞ്ഞാൽ വന്നതല്ല അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ തീർത്തു വലിയ സൗഖ്യങ്ങൾ ഓ സ്വന്തമാക്കി എന്നെ തീർത്തു സ്വന്തം രക്തം എനിക്കേകിയല്ലോ. സ്വന്തമാക്കി എന്നെ തീർത്തിടുവാൻ സ്വന്തം രക്തം എനിക്കേകിയല്ലോ. ചെന്നായി വരുന്നത് കണ്ട് ഇട്ടേച്ചു പോയ ഒരു ഇടയനല്ല. ചെന്നായി വന്നപ്പോ എന്നെ കീറിക്കോ, എന്നെ ഇതിനെ തുടരുത്. എന്നെ കീറിയാലും ചെന്നായി വന്നപ്പോ എന്നെ കീറിയാലും എന്റെ ഇതിനെ തുടരുതെന്ന് പറഞ്ഞ് കീറാനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഇടയനാ നിന്റേത്. നമുക്കുള്ള ഇടയൻ അതാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെന്നായി വരുന്ന കണ്ടപ്പോ ഇട്ടേച്ചു പോയില്ല, കൂലിക്കാരനെ പോലെ. കർത്താവ് പറഞ്ഞു, യേശു പറഞ്ഞു എന്നെ കീറിയോ, എന്നാലും എന്റെ അതിനെ തുടരുത്. അതിനെ കീറിയപ്പം സ്വന്തം ജീവനാ കൊടുത്തേ. അന്നേരം കർത്താവിന് അറിയായിരുന്നു, ഞാൻ തീർന്നാലും വേണ്ടുകയില്ല, എന്റെ ഇവിടെ തുടരുമല്ലോ. സ്വന്തമാക്കി എന്നെ തീർത്തിടുവാൻ സ്വന്തം രക്തം എനിക്കേകിയല്ലോ. 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 ഇടയനെ പോൽ എന്നെ തേടി വന്നു പാവക്കുഴിയിൽ നിന്ന് വേറ്റിയവൻ ഇടയനെ പോലെ തേടി വന്നു പാവക്കുഴിയിൽ. ഇന്ന് എന്നെ നടക്കുകയല്ലാത്ത ഈ ജീവനാ നിങ്ങൾ ഇരിക്കുന്നേ. ആ ജീവന്റെ അകത്തുള്ള സൗഖ്യം, ആ ജീവന്റെ അകത്തുള്ള സമൃദ്ധി. ഏയ് ഇടയനെ പോലെ എന്നെ തേടി വന്നു. ഹല്ലേലൂയ. ലേഖനങ്ങളിലേക്ക് വരുമ്പോ ഞാൻ 18 വാക്യം ഒന്ന് പ്രസംഗിക്കാൻ ഒരുമിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പരിപാടി നടക്കുകയില്ല. ഇച്ചിരി ആകുമ്പത്തിന് ഇതുങ്ങൾ അങ്ങ് കയറി കോർക്കും. പെട്ടെന്ന് ഇവിടുത്തെ കല്ല് ചൂടാവും. കാരണം യേശു ഇവിടെ ഇറങ്ങി വന്നിരിക്കുക. ഞാൻ റോമാലേഖനം 5-ാം അധ്യായം എടുക്കണം. ഏകന്റെ മരണത്താൽ, അച്ഛൻ പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. ഏകന്റെ മരണത്താൽ, ആ ഏകൻ നിമിത്തം, ഏകന്റെ മരണത്താൽ, ഏകന്റെ ലംഘനത്താൽ മരണം വാണതുപോലെ ഏകനെന്ന യേശുക്രിസ്തുവിന്റെ ജീവനാൽ എത്ര അധികമായി ഈ ഭൂമിയിൽ വാഴും. You will reign in this life. Amen. Through the life which you received in your heart. Amen. നിങ്ങൾ ഈ ലോകത്തിൽ വാഴും. മരിച്ചു കിടന്നപ്പം പാപമാണെങ്കില്, അതിക്രമങ്ങളിൽ മരിച്ചു കിടന്നപ്പം പാപമാണെങ്കില്, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ച ശേഷം യേശു ക്രിസ്തു എന്ന ഏകനാൽ എത്ര അധികം ജീവനിൽ നിങ്ങൾ വാഴും.
ഓ, എത്രയധികം, മച്ച് മച്ച് മോർ. ഒന്ന് പറഞ്ഞു, എത്രയധികം. 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 ഒന്നങ്ങോട്ട് ഉറപ്പിച്ച സഹോദരങ്ങളെ, എൻ്റെ കർത്താവിൻ്റെ ജീവൻ തന്ന് തുടങ്ങിയ ജീവിതമായത്. എന്റെ കർത്താവിന്റെ ജീവനെ തന്ന് തുടങ്ങിയ ജീവിതമാ. രക്ഷ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഏതേലും എണ്ണ ഇതിൻ്റെ അകത്ത് വെട്ടുപഴച്ച് കയറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ വരികയല്ല. തുമ്മിയാ തെറിക്കുന്ന രക്ഷയാന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് അരച്ച് കലക്കി കുടിക്കുക. 10:28. ഒരുത്തനും ഒരു നാൾ എൻ്റെ കൈ നിന്നെ പറിച്ചോണ്ട് പോകത്തില്ല. ആ വാക്യം ഒന്ന് അരച്ച് കലക്കി കുടിച്ചു. കർത്താവ് ഗ്യാരണ്ടി തരിക. പിതാവിനെ ഏൽപ്പിച്ചതാ സൂക്ഷിക്കാൻ വേണ്ടി. അവിടുത്തെ ആ സരസമായ, ഞാനിന്ന് രാവിലെ ആദ്യം വായിച്ചപ്പോൾ ആ സരസമായ ഇടപെടൽ പിതാവിനെ ഏൽപ്പിച്ചതാ സൂക്ഷിക്കാൻ വേണ്ടി. ചുമ്മാ എനിക്ക് വെറുതെ ഇടാൻ ഒക്കുമോ? ആരെങ്കിലും പിടിച്ചു പറിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുമോ ഇതിനെ? സരസമായ രീതി ഞാനെന്ന് പറയാം. പിതാവ് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാ. അങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ? മനസ്സിലായി ആ സരസമായ രീതി. എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യം എനിക്കങ്ങനെ കളയാൻ ഒക്കുമോ? അതാ പറയുന്നത്, ഒരുത്തനും ഇതിനെ പിടിച്ചോണ്ട് പറിച്ചോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ ജീവൻ കൊടുത്തിട്ടാ ഞാൻ ഇതിനെ വിലക്ക് വാങ്ങിയിരിക്കുന്നത്. ഇനി വേറൊന്നും പറഞ്ഞു ഒരുത്തനും ഇതിനെ അപഹരിക്കാൻ പറ്റുക. യേശു എനിക്ക് തന്ന രക്ഷ പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തുകയും, അത് നിങ്ങൾ തുമ്മുമ്പോഴോ തുമ്മാതിരിക്കുമ്പോഴോ തെറിക്കുന്നതല്ല എന്ന് വിശ്വസിക്കുന്നവരത് കരം ഉയർത്തുകയും. ആ കരം ഉയർത്തി വീശിക്കണമെന്ന് പറഞ്ഞു. എന്റെ യേശുവേ, ഇത്ര ഉറപ്പ് എനിക്ക് തന്നതിനായിട്ട് നന്ദി കർത്താവേ. എല്ലാ മക്കളും ഒന്ന് പറഞ്ഞു, എന്റെ യേശുവേ. ആ കരം രണ്ടും പുറത്തും അകത്ത് നിൽക്കുന്നവരെല്ലാം അങ്ങോട്ട് ഉയർത്തിക്കേ. എന്നിട്ടൊന്ന് പറഞ്ഞു, എന്റെ പൊന്നു കർത്താവേ, ഇത്രയും വലിയ ഉറപ്പ് എനിക്ക് തന്നതിനായിട്ട് നന്ദി കർത്താവേ. ആരും ഒരു നാളും പറിച്ചോണ്ട് പോകത്തില്ല, പിടിച്ചു പറിക്കുകയല്ല. പിടിച്ചു പറിക്കാൻ പറ്റാത്ത ഇത്രയും വലിയ ഈ രക്ഷ എനിക്ക് തന്നതിനായിട്ട് ആ രണ്ട് കരം ഉയർത്തി വീശിക്കൊണ്ട്, എന്റെ യേശുവേ, 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 യേശുവേ. ദൈവമക്കളെ, ഇന്നിവിടെ നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഈ തൻ്റെ ഇടത്തോടെ, ഈ ഉറപ്പോടെ, എത്ര പേരെ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ ഞാൻ പറയുന്നേ? ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റാത്ത, നിങ്ങൾ ആ രംഗം ഒന്ന് കാണാൻ. ഇപ്പൊ പിടിച്ചു പറിക്കുമെന്ന് പറഞ്ഞ് വരുന്നവനോടെല്ലാം ചിരിച്ചിട്ട് പറ, പുച്ഛിച്ച് തള്ളിക്കേ. അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിച്ച് തള്ളിക്കേ. നോക്കിയിരുന്നാ മതി. ആ ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ നാവിലൂടെ ഞാനത് കേക്കട്ടെ. നോക്കിയിരുന്നാ മതി. പറയേ, ഒരുത്തർക്കും പറയേ. സൗര അതരം തുറന്ന് പറ. നിങ്ങൾ ആ രംഗം വന്ന് കണ്ടേ? അപ്പൊ കർത്താവ് എങ്ങനെയായിരിക്കണം പിടിച്ചിരിക്കുന്നത്? പിടിച്ചു പറിക്കാൻ ആളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കള്ളം കയറാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പൂട്ട് കൂട്ടുമല്ലേ? കേട്ടില്ല? ഹലോ, ആരെങ്കിലും എടുത്തോണ്ട് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യും? സാധ്യത ഉള്ളതിനെ മറച്ചു വെക്കുമല്ലേ? ഹലോ, ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുകയല്ലേ? ഇന്ന് പരീക്ഷയിലൂടെ കടന്നു പോരുന്നവർ ഓർത്തോ, എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ്.
ഇന്ന് വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, പ്രൊട്ടക്ഷൻ അല്ല, അടങ്ങിയിരിക്കണ. ഇവൻ ഭയങ്കര പ്രശ്നമായി ഈയിടെയായിട്ട്. ഒന്ന് വിശ്വസിക്കാമോ ഇത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്നത് എന്താ? അച്ഛൻ്റെ വീട്ടിൽ കള്ളം കയറാൻ സാധ്യതയുണ്ട്, അപ്പുറത്തെ വീട്ടിൽ കയറി മോട്ടർ അടിച്ചോണ്ട് പോയി. അച്ഛൻ്റെ വീട്ടിൽ കയറാൻ സാധ്യതയുണ്ടെങ്കിൽ എന്നാ ചെയ്യും? അനുമോളെ വീട്ടിൽ ഇരുത്തുവോ ഇല്ലയോ? വേഗം പറ. അനുമോള് ഭാര്യ കേട്ടോ. വീട്ടിൽ ഇരുത്തുന്നു മാത്രമല്ല, എത്ര പൂട്ടാമോ, സെക്യൂരിറ്റി സിസ്റ്റം വേണം ഫിറ്റ് ചെയ്യും. മണിച്ചിത്രത്താ പൂട്ടിന് വേളി പൂട്ടും അല്ലേ? പിടിച്ചു പറിക്കാൻ എന്നെ സാധ്യത ഉള്ളതുകൊണ്ട് കർത്താവുണ്ടല്ലോ, അങ്ങ് ഇറങ്ങി നിൽക്കുക, ഇങ്ങനെയാ നിൽക്കുന്നത്. പാടായിക്കോട്ടെ. കർത്താവ് ജോഷുവച്ചാൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിടിച്ചു പറിക്കുക. ഇപ്പം ഞാൻ കടന്നു പോകുന്ന രോഗം എന്നെ പിടിച്ചു പറിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആ രോഗം ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയ പിന്നെ കർത്താവ് അങ്ങ് വിരിഞ്ഞു നിൽക്കുക. ഇങ്ങോട്ട് പാടാ, കാണട്ടെന്നാ പിന്നെ ഒന്ന്. ഓ, ആ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഇന്ന് സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം. ജീവിതത്തിൽ ഒറ്റയ്ക്കാന്ന് പറയുന്നവര്, രാജമ്മ ചേച്ചി കേൾക്കുന്നുണ്ടോ? കൈയൊന്ന് ഉയർത്തിക്കേ. ആ, വിധവയാ, ആരുമില്ല എന്നുള്ള സങ്കടം അങ്ങ് തീർന്നോ? എക്സ്ട്രാ പൂട്ടിട്ടാ പൂട്ടിയിരിക്കുന്നേ. കേൾക്കുന്നുണ്ടോ? ഞാൻ ഒറ്റയ്ക്കാന്നുള്ള ചിന്ത വേണ്ട. ഒറ്റയ്ക്കാണെങ്കിൽ ഡബിൾ പ്രൊട്ടക്ഷനാ. ഒറ്റയ്ക്കായതിനാ സ്തോത്രം. കർത്താവിന് ഇത്ര അനുഭവിക്കാൻ പറ്റില്ല, യേശുവിനെ ഇത്ര അനുഭവിക്കാൻ പറ്റിയല്ലോ. ഹല്ലേലൂയ. എന്റെ ബന്ധക്കാര് സ്വന്തക്കാരെല്ലാം കൂടെ എന്നെ ഇട്ട് കൊത്തിപ്പറിക്കുക എന്ന് പറയുന്നുണ്ടോ? എക്സ്ട്രാ പൂട്ടാ. എക്സ്ട്രാ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. എന്നിട്ട് കർത്താവ് പറയാ, പറിച്ചോണ്ട് പോവാൻ ധൈര്യമുള്ള ഇങ്ങോട്ട് വാടാ. എന്റെ മൂത്താവൻ ഇതിന്റെ അകത്തുനിന്ന് പിടിച്ചോണ്ട് പോകാൻ പറ്റുന്നവനുണ്ട്, ഇങ്ങോട്ട് വാടാ. ജീവനെ കൊടുത്ത് വാങ്ങിയതാ, പുളിങ്കുരു കൊടുത്ത് വാങ്ങിയതല്ല, ജീവനെ കൊടുത്ത് വാങ്ങിയതാ. ചെന്നായി വരുന്ന കണ്ടപ്പോ ഇട്ടേച്ച് പോയായിരുന്നേ എനിക്കിതിനെ കിട്ടുകയില്ലായിരുന്നു. ചെന്നായി വന്നപ്പോ എന്റെ ജീവനെ കൊടുത്തേച്ചിട്ടാ ഇതിനെ ഞാൻ മേടിച്ചത്. ഹല്ലേലൂയ. ഇനി എന്റെ കയ്യിന്ന് ജീവൻ കൊടുത്ത് ഞാൻ മേടിച്ച എന്റെ കയ്യിന്ന് ഇനി ഇതിനെ അപഹരിക്കാൻ ഒരുത്തനും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. ഒന്ന് വിശ്വസിച്ചുറപ്പിച്ചു, ആർക്കും പറ്റത്തില്ല, ഒരു നാൾക്കും പറ്റത്തില്ല. ഒരു നാൾ കരമടിച്ചു തന്നെ എക്സ്ട്രാ ലോക്ക് വീണവർക്കായി സ്തോത്രം. ആ എക്സ്ട്രാ പൂട്ട് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഡബിൾ പ്രൊട്ടക്ഷൻ. എന്റെ യേശുവേ, ഡബിൾ പ്രൊട്ടക്ഷനാ കർത്താവ് ചെയ്യുന്നത്. ആർക്കൊക്കെ വേണ്ടി ഇപ്പോ ആ ഡബിൾ പ്രൊട്ടക്ഷനുമായിട്ട് യേശു ഇറങ്ങിക്കൊണ്ടിരിക്കുക. സ്വീകരിച്ചോ. ആ ഡബിൾ പ്രൊട്ടക്ഷൻ ആരാ സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു നാളും എടുക്കാൻ പറ്റാതെ വണ്ണം, പിടിച്ചു പറിക്കാൻ പറ്റാതെ വണ്ണം, പിടിച്ചു പറിക്കാൻ പറ്റാതെ വണ്ണം അങ്ങ് മഴയത്ത് നിൽക്കുന്ന വ്യക്തിയോട് വരെ ഞാൻ പറയാം, പിടിച്ചു പറിക്കാൻ പറ്റാതെ വണ്ണം എക്സ്ട്രാ പൂട്ടിട്ട് അങ്ങ് നിൽക്കുന്നവരെ കാണത്തില്ല മോനെ. കേൾക്കുന്നുണ്ടോ? അവിടെ ഉള്ളവർ കേൾക്കുന്നുണ്ടോ? അങ്ങ് നിൽക്കുന്നവർ കേൾക്കുന്നുണ്ടോ? ഒരു എക്സ്ട്രാ പൂട്ടാ നിങ്ങളുടെ മേൽ വീണിരിക്കുന്നേ. ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല.
കർത്താവിന്റെ കയ്യിൽ നിന്ന് ആമേൻ. ഒരു ശക്തിക്കും നിങ്ങളെ പിടിച്ചു പറിക്കാൻ പറ്റുകയില്ല. ആമേൻ. ഇന്ന് പുച്ഛിച്ച് തള്ളിക്കോ. രോഗത്തോട് പറ, ഇത് നിന്റെ അവസാനത്തെ മിനിറ്റാ. ശാപത്തോട് പറ, ഇത് നിന്റെ അവസാനത്തെ മിനിറ്റാ. കഴിഞ്ഞു. ആ ചരിത്രങ്ങൾ മാറിക്കഴിഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ കൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ഓ ഓ യേശു പറയുന്നു, യേശു പറയുന്നു, യേശു പറയുന്നു, യേശു പറയുന്നു. ഹല്ലേലൂയ. യേശു പറയുന്നു. വിശ്വസിക്കുക. ഹല്ലേലൂയ. അവയെ ആരും ഒരു നാളും പറഞ്ഞു, അവയെ ആരും ഒരു നാളും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. വിടത്തില്ല. ഞാൻ ഇതിനെ വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല. കാരണം ഇതിനെ നേടാൻ വേണ്ടിയാ ഞാൻ ജീവിതം കൊടുത്തേ. ഇതിനെ നേടാൻ വേണ്ടിയാ ഞാൻ ജീവൻ കൊടുത്തേ. ഇതിനെ വിട്ടിട്ടൊരു ഇടപാടില്ല. ഇതിനെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. പറയ സഹോദര, ഇതിനെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. വിടത്തില്ല ഇതിനെ. പറയ സഹോദരി, ഇതിനെ വിടത്തില്ല. അച്ചായോ, ഇത് വിശ്വസിക്കുന്നില്ലേ? ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. പറിച്ചുകൊണ്ട് പോകാൻ വല്ലതും നിൽപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര പേര് പറയുന്നുണ്ട് എൻ്റെ ബ്രദറെ പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പലതും നിപ്പുണ്ടെന്ന്? എത്ര പേര് പറയുന്നുണ്ട് അങ്ങനെയുള്ളവരെ? ഒന്ന് കൈ ഉയർത്തിക്ക്. നിങ്ങൾ കണ്ണു തുറന്ന് കാണാഞ്ഞിട്ടാ, എക്സ്ട്രാ പൂട്ടിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചത് എന്നാ സഹോദര? കൊണ്ടുപോയി കുഴപ്പമില്ല. കൊണ്ടോ അങ്ങനെ എക്സ്ട്രാ പോട്ടിട്ട് പൂട്ടി ഒരു 5-8 എണ്ണമെങ്കിലും കാണും. പുതിയ ആളല്ലേ, അതുകൊണ്ട് ഒരു 5-8 എണ്ണമെങ്കിലും കാണും. വിടത്തില്ല, ഒരു പരിപാടിക്കും വിടത്തില്ല. എന്നെ ഒരു നാളും കൈവിടത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, ലോകാവസാനത്തോളം എല്ലാം നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ഒരുത്തനും നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ പറ്റൂല. ഒന്ന് പറഞ്ഞു, എന്റെ കർത്താവിന്റെ കയ്യിൽ. ഒന്ന് പറഞ്ഞു, എന്റെ യേശുവിന്റെ കയ്യിൽ ഞാൻ ഭദ്രമാണ്. ഒന്ന് വായി തുറന്ന് പറഞ്ഞു, ഞാൻ ഭദ്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഉറച്ചു പറഞ്ഞു, ഞാൻ ഭദ്രമാണ്. ഒന്നിനും ഒരു ദോഷവും എനിക്ക് വരുത്താൻ പറ്റത്തില്ല. വശത്ത് 1000 പേര് കൂടും, വലതുവശത്ത് 10,000 പേര് കൂടും. അവർക്കെല്ലാവർക്കും ഞാൻ ചായ വെച്ച് കൊടുക്കും. 1000 പേര് കൂടിയത് 10,000 പേര് കൂടിയത് എന്റെ തകർച്ച കാണാനാ. പക്ഷെ ഞാൻ അവർക്ക് ചായ വെച്ച് കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ അവരോട് പറയും, നിങ്ങൾ വന്ന് നന്നായി, നിങ്ങൾ വന്നോണ്ടല്ലേ എന്റെ ഉയർച്ച കണ്ടേ. ആമേൻ. ഞാൻ കണ്ടേ യേശുവിൻ ജയത്തെ. മഹിമ യേശുവിന്, മഹിമ യേശുവിന്. ഞാൻ കണ്ടേ യേശുവിൻ ജയത്തെ. മഹിമ യേശുവിന്, മഹിമ യേശുവിന്. കണ്ടേ യേശുവിൻ ജയത്തെ. മഹിമ യേശുവിന്, മഹിമ യേശുവിന്. ഞാൻ കണ്ടേ യേശുവിൻ ജയത്തെ. മഹിമ യേശുവിന്, മഹിമ യേശുവിന്. ആഹാ ആഹാ മഹിമ യേശുവിന്, മഹിമ യേശുവിന്. I have seen victory of Jesus. Glory be to God. Glory be to God. I have seen victory of Jesus. Glory be to God. Glory be to God. I have seen victory of Jesus. സൗഖ്യങ്ങൾ ആരംഭിക്കുക. പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന മക്കളില് രോഗികൾ ഒഴികെ ബാക്കിയുള്ളവർ ഇരുന്നോ. ഈ മിനിറ്റിൽ അത്ഭുത സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. രോഗികളായിട്ടുള്ള മക്കൾ അവിടെ നിന്നോണം. ഈ മിനിറ്റ് നിങ്ങളുടെ ശരീരം സൗഖ്യമാകാൻ പോവാ. ഒന്ന് പറഞ്ഞോ, ഈ രോഗത്തിന്
എന്റെ കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്റെ കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്നെ പറിച്ചോണ്ട് പോകാൻ പറ്റില്ല. എന്നെ പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. എന്റെ ദിവ്യാരോഗ്യത്തെ യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോ സ്വീകരിക്കുന്നു. ഈ എഴുന്നേറ്റ് അവിടെ ഇവിടങ്ങളായിട്ട് നിൽക്കുന്ന മക്കളെ, നിങ്ങളുടെ രോഗമുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ കൈകൾ വെക്കുക. ഈ പ്രാർത്ഥനയിൽ ആ രോഗങ്ങൾ വിട്ടുമാറും. കാരണം ക്രൂശിൽ യേശു അത് വഹിച്ചതാണ്. ചങ്കിലെ ചോര കൊണ്ട് യേശു അത് വഹിച്ചതാണ്. ഉദര സംബന്ധമായ ക്യാൻസറുകൾ കരിയുന്നു. അതങ്ങനെ പറയാൻ കർത്താവ് ഇപ്പൊ തന്നെ പറയുന്നു. സ്റ്റൊമക് ക്യാൻസറുകൾ കരിയുന്നു. ഉദരത്തിലെ ക്യാൻസറുകൾ കരിയുന്നു. യേശുവിന്റെ ജീവൻ പലരുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ബലമില്ലാതെ തളർന്നു വന്നിരിക്കുന്ന മക്കളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ബലമില്ലാത്ത കൈകാലുകളിലേക്ക് കൈ ഓടിച്ച് പ്രാർത്ഥിക്കുക. നടക്കാൻ കഴിയാതെ വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ ശരീരത്തേക്ക് കൈ ഓടിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ തന്നെ ചെയ്യുക. ഈ മിനിറ്റിൽ ആ സൗഖ്യത്തിന്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും യേശുവേ അങ്ങയുടെ ശക്തി ഇറങ്ങട്ടെ, അങ്ങയുടെ ശക്തി ഇറങ്ങട്ടെ, അവിടുത്തെ ജീവൻ ഇറങ്ങട്ടെ. തലയിലെ പ്രയാസങ്ങൾ മുതൽ കാലിലെ പ്രയാസങ്ങൾ വരെ ഈ മിനിറ്റിൽ ഒഴിയട്ടെ. മുഴകൾ ഒഴിയട്ടെ. ചെസ്റ്റ് ബ്ലോക്കുകൾ തുറക്കപ്പെടട്ടെ. ചെസ്റ്റിലെ ബ്ലോക്കുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ ജീവന്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ. അക്ഷരാർത്ഥത്തിൽ കൃപ വ്യാപരിക്കട്ടെ. ഓരോ മക്കളുടെ മേലും അത് വ്യാപരിക്കട്ടെ. മോനെ, നിന്നെ യേശു തൊടുന്നുണ്ടാ? മോനെ, നിന്റെ തലയിൽ യേശു തൊടുന്ന ഞാൻ കാണുന്നു. രണ്ട് സൈഡിലും കർത്താവ് തൊടുന്നു. ഓടിവാ, ഓടിവാ. മോനിഞ്ഞോട്ട് ഇറങ്ങി വന്നേ. ഓടി വന്നേ. അവനെ ഇങ്ങോട്ട് വിട്ടേ. ഓടി വന്നേ. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അടുത്ത് വരിക. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ മിനിറ്റിൽ തൊടാൻ പോലും കർത്താവ് പറയുന്നില്ല. ഞാൻ തൊട്ടോളാന്നാ പറയുന്നത്. രണ്ട് സൈഡിലും, തലയുടെ രണ്ട് സൈഡിലേക്കും യേശുവിന്റെ ജീവൻ അടിക്കുക അവന്റെ മേൽ. നിങ്ങൾ എല്ലാരും കണ്ടോണേ. ടച്ച് ഓഫ് ജീസസ്. ശക്തി അടിക്കുന്നു, ശക്തി അടിക്കുന്നു. പവർ ഓഫ് ഗോഡ് അവന്റെ മേൽ അടിക്കുന്നു. സോയൻ സാറേ, ഈ പ്രാർത്ഥനയില് ഈ ഫുൾ ബോഡി പുറകിലേക്ക് തെറിച്ചു പോകും. 7 കൊല്ലം കൊണ്ട് ഇവനെ അനുഗമിക്കുന്ന ഈ ദുരാത്മാക്കൾ ഇപ്പൊ വിട്ടുപോകും ഈ ശരീരത്തിൽ നിന്ന്. ദാണ്ടെ അത് വ്യാപരിക്കുന്നു. പവർ ഓഫ് ജീസസ്. ശക്തി അടിക്കട്ടെ, ശക്തി അടിക്കട്ടെ, ശക്തി അടിക്കട്ടെ. ശക്തി അടിക്കുന്നു. ഒരാളുടെ പിടിച്ചു. സൗഖ്യമാകുന്നവൻ, അവന്റെ തലയിൽ നിന്ന് ബാധ ഒഴിയുന്നു. വിട്ടുപോവാതെ, 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 വിട്ടുപോവാതെ. Get out. Get out, I say. In Jesus' name. Get out, I say. ഈ മിനിറ്റിൽ ഇവന്റെ തലക്കകത്തുനിന്ന് പിശാച് കെട്ടിവെച്ച സകല കെട്ടുകളും അഴിഞ്ഞൊഴിഞ്ഞു പോകട്ടെ. വിട്ടുപോവാതെ, വിട്ടുപോവാതെ. കാണുക, 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 കാണുക. ശക്തി അടിക്കുന്നു. ആ മകൻ സമ്പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, കാണുക, അത് അഴിയുന്നു. കാണുക, ആ ശരീരത്തിൽ നിന്ന് അത് അഴിയുന്നു. കാണുക, ആ ജീവനെ ഇവിടെ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുക. 1 2 പേരുടെ മേലല്ല, വിശ്വസിക്കുന്ന മുഴുവൻ പേരുടെ മേൽ. യോസിച്ച ആ മനുഷ്യന്റെ ഇടത്തെ കണ്ണിനെ യേശു തുറക്കുക. അയാളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേ, അയാളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേ. അങ്ങോട്ട് വിട്ടാൽ മതി. ജോസ്റ്റാന്റെ അടുത്തോട്ട് വിട്ടാൽ മതി. ഓരോ മക്കൾ ഇവിടെ നിൽക്കുന്നവരെ വിശ്വാസത്തെ എന്നാ പറ്റിയതാ? വയറിലെ ക്യാൻസറാ. കയറുക. ഇതാദ്യം കർത്താവ് വെളിപ്പെടുത്തി. ഇതാദ്യം കർത്താവ് വെളിപ്പെടുത്തി. stomach cancer.
ഇന്ന് ഇവിടെ വെച്ച് ആഴിയട്ടെ. ഓ, അത് വേരോട് പറയുന്ന കാണുക. കരമടിച്ച് യേശുവിനെ സ്തോത്രം ചെയ്യുക. ഈ മകനെ അത് വിട്ടുപോകുന്ന കാണുക. യേശുവിന്റെ നാമത്തിൽ ഈ ഉദരത്തിലേക്ക് ദൈവീക ജീവന്റെ സമൃദ്ധി ഈ മിനിറ്റ് തന്നെ വ്യാപരിക്കട്ടെ. സൗഖ്യമാണ്. ചോദിച്ചവനെ കണ്ണിന് എന്നാ പ്രശ്നം എന്ന് ചോദിച്ചേ. കണ്ണിനെ തുറക്കുന്ന കർത്താവ്. ഓ, അയ്യോ, ക്യാൻസർ കരിയുകയായി ഉദരത്തിൽ. നിങ്ങൾ കാണുക, ഈ സ്ഥിതി കാണുക. നിങ്ങൾ നിങ്ങൾ കാണുക, ആ ഉദരത്തിലെ ആ ഓപ്പറേഷന്റെ ക്രിയ കാണുക. സ്റ്റൊമക്ക് തുറന്നു വിട്ടിരിക്കുകയാണ്. പക്ഷെ യേശു എന്ന് സൗഖ്യമാക്കുക. കർത്താവിന്റെ പ്രിയ മകനാക്കി ഇന്ന് യേശു തീർക്കുവായി മനുഷ്യനെ. രണ്ട് കാര്യം ഇവനെ നോക്കി യേശു പറയാൻ പറയുന്നു. ഒന്ന്, ഇവ മരിക്കേണ്ടവനല്ല, ജീവനോടെ ഇരുന്ന് യേശുവിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കേണ്ടവനാ. ഒന്ന്. രണ്ട്, ഇന്ന് ക്യാൻസർ തോറ്റു, യേശു ജയിച്ചു. ആണ്ടെ പലരുടെ മേലും അയ്യോ, ഇവിടുന്ന് ഇങ്ങനെ ദൈവമഹത്വം ചലിക്കുന്ന ഞാൻ കാണുന്നു. യേശുവേ, വിളിക്ക യേശുവേ. സഹോദരന്മാരുടെ ഇടയിൽ നെഞ്ചിന്റെ ഈ ഭാഗത്ത് 1, 2 രണ്ടാമത്തെ ബട്ടൺസിന്റെ ഈ പോർഷനില് ഒരു കട്ടിയിരിക്കുന്ന ഒരു സഹോദരൻ ആരാ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്ന് കൈ ഉയർത്താമോ? സവന്ന, ഓടിവാ. രണ്ടാമത്തെ ഈ മകന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തോ യേശുവിന്. ഇന്ന് ഈ ഉദരം തുറന്ന് യേശുവിന്റെ ശസ്ത്രക്രിയ നടന്നിരിക്കുന്നു. യേശുവിന്റെ മഹത്വം അടിക്കുന്നു. ജീവന്റെ സമൃദ്ധി വ്യാപരിക്കുന്നു. യേശുവേ എന്ന് വിളിച്ചൊന്ന് ആരാധന കൊടുത്തു. കൈ അങ്ങോട്ട് വെച്ചോ. ഇതുപോലെ ഇനി ഒരാളൂടെ ഉണ്ടല്ലോ. ആരാധ? ഇതുപോലെ ഒരാളൂടെ ഉണ്ടല്ലോ. മോനെ ഓടിവാ മോനെ. യേശുവേ സ്തുതിയെന്നും നിനക്ക്. യേശുവേ സ്തുതിയെന്നും നിനക്ക്. ഓടിവാ മോനെ. സെക്കൻഡ്. രണ്ടാമത്തെ ബട്ടൺസിന്റെ അവിടെയാണോ? ഇത് എത്ര നാളായി മോനെ പ്രത്യക്ഷപ്പെട്ടിട്ട്? 1 വർഷമായി. നീ വിശ്വസിക്കുന്നു ഇപ്പൊ കൈ വെക്കുമ്പോ അത് യേശു എടുക്കാൻ പോവാന്ന്? വിശ്വസിക്കുന്നു. നിനക്കിതുള്ള കാര്യം നിന്റെ വീട്ടുകാർക്കെല്ലാം അറിയാവോ? എല്ലാവർക്കും അറിയാം. നിന്റെ വീട്ടിൽ നിന്ന് ആരാ വേറെ വന്നിട്ടുള്ളേ? ചേട്ടൻ വന്നു. ഇദ്ദേഹത്തിന്റെ ചേട്ടൻ ആരാ? പേരെന്നാ മോനെ ചേട്ടന്റെ? ഇതാണോ? ചേട്ടൻ കയറിയോ മോനെ? ഇങ്ങോട്ട് കയറിയുന്നു. ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നീ അതിലോട്ട് കൈ പിടിച്ചേ, അമർത്തി പിടിച്ചേ, ആ പർട്ടിക്കുലർ സ്പോട്ടിൽ പിടിച്ചേ. എന്നിട്ട് പറഞ്ഞേ, യേശുവേ. വിളിക്കും മോനെ, വിളിക്കടാ. യേശുവേ എന്ന് വിളിക്കടാ. യേശുവേ എനിക്കിത് വേണ്ട. എൻ്റെ യേശു ക്രൂശിൽ ഇത് ചുമന്നതാ. ഞാനത് വിശ്വസിക്കുന്നു. ആ യേശുവിന്റെ കയ്യിൽ നിന്ന് എന്നെ എടുത്തോണ്ട് പോകാൻ, എന്നെ പിടിച്ചു പറിക്കാൻ ഈ മുഴക്ക്, ഈ രോഗത്തിന് കഴിയുകയില്ല. അത് ഞാൻ ശക്തി അടിക്കുന്നു. ഈ കുഞ്ഞിന്റെ മേലെ ശക്തി അടിക്കുന്ന കാണുക. യേശു അവനെ തൊടുന്ന കാണുക. മനേച്ച പറയുന്നു. അഭിഷേകത്തിന്റെ ശക്തി അവന്റെ മേലെ അടിക്കുന്നു. ദൈവജീവൻ അവന്റെ മേലെ അടിക്കുന്നു. യേശുവേ, കുഞ്ഞിനെ തൊടണമേ, അങ്ങനെ ശക്തി അയക്കണമേ. ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ പറ്റില്ലല്ലോ നാഥാ, അങ്ങയുടെ കൈ വെക്കണേ. യേശുവിന്റെ കൈ നീട്ടുന്നു. കണ്ണടച്ചോ, യേശുവേ എന്ന് വിളിച്ചോ മോനെ.
യേശുവേ എന്ന് വിളിച്ചു. അടപ്പ് തുറക്കപ്പെടട്ടെ. ഓ, ഈ മകന്റെ ശരീരത്തിൽ നിന്ന് ഒഴിയുന്നു, ഒഴിഞ്ഞു പോകുന്നു. ഗെറ്റ് ഔട്ട്. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞു. It's gone. It's gone. It's gone. അത് പോയി കഴിഞ്ഞു. മാറ്റിക്കോ, ഷർട്ട് മാറ്റിക്കോ. അവിടുത്തെ നോക്കിക്കോ, അതവിടെ ഇല്ല. നോക്കിക്കോ, നോക്കിക്കോ മോനെ, നോക്കിക്കോ, നോക്കിക്കോ. ഉണ്ടോ? ഇല്ല 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 ഇല്ല. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ട്. ഇപ്പൊ നോക്കി, അതുണ്ടോ നോക്കി, അതവിടെ ഇല്ല 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 ഇല്ല. കരമടിച്ചോ. യേശുവിന് ആരാധന. ഇതുപോലെ ആ ജീവന്റെ സമൃദ്ധി, ആ ജീവന്റെ എടാ നെഞ്ചിലേക്ക് കൈവരിച്ചോ. കർത്താവ് ഇയാളെ തൊടുവാണ്. ഈ ഈ സഹോദരനിൽ യേശുവിന്റെ സ്പർശം നടക്കുന്നു. നിനക്ക് തന്നെ പ്രശ്നം? എത്ര നാളായി? 4 വർഷം. 4 വർഷം. ഇങ്ങോട്ട് കയറിയുന്നേ. മോനെ, യേശു ജീവിക്കുന്നുവെന്ന് ഇപ്പൊ നീ അറിയാൻ പോവാ. കാരണം അവിടുന്ന് ഇപ്പൊ നിന്നെ വന്ന് തൊടും. ഞാൻ 1000 പ്രാവശ്യം നിന്നെ തൊടാം, പക്ഷെ ഒരു കാര്യമില്ല. യേശു ഒറ്റ പ്രാവശ്യം തൊട്ടാ മതി. ഇന്നുകൊണ്ട് നീ റെഡിയാവും. കൈ ഉയർത്തി പിടിച്ചോ. യേശുവേ എന്ന് വിളിച്ചോ. ഈ കുഞ്ഞിനെ തൊടണേ. നിങ്ങളെല്ലാരും കാണുക. ഈ മകന്റെ മേൽ നിന്ന് 4 വർഷമായിട്ട് ഇവനെ അനുഗമിക്കുന്ന ബാധ വിട്ടൊഴിയുന്ന കാണുക. മോനെ, സോൻ സാറേ, ഇത് കൈ നിൽക്കത്തില്ല. ഇല്ല, ഇത് ആരോഗ്യമുള്ള ചെറുപ്പക്കാർ തന്നെ പിടിക്കണം. മോനെ റിച്ചി ഒന്ന് രംഗത്ത് വരണം. കാരണം തെറിക്കും. ഈ ശരീരത്തിൽ നിന്ന് 4 കൊല്ലം കൊണ്ട് ഇവനെ ബാധിച്ച പിശാച് ഇപ്പൊ ഇളകുക. ഓ, ശക്തി അടിക്കട്ടെ. ഓ, ശക്തി അടിക്കട്ടെ. ശക്തി അടിക്കട്ടെ. പിടിച്ചോണം. തെറിക്കും. ഞാൻ പറഞ്ഞില്ലേ. ഓ, ഒന്ന് കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തി. അത് അഴിഞ്ഞു പോവാ. ആ ശരീരത്തിൽ നിന്ന് ഇളകുക. സ്വയംസാറെ ഇളക്കി അഴിച്ചോ. 4 വർഷത്തെ ചങ്ങലകളെ യേശു പൊട്ടിച്ചെറിയുന്നു. ആരാധന, 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 ആരാധന. ഓ, കാണുക. അത് അഴിയുന്ന കാണുക. അത് നിലവിളിച്ചഴിയുന്ന കാണുക. സൗരങ്ങളെ, നിങ്ങളൊന്ന് കണ്ടേ. യേശുവിന്റെ ജയം ഒന്ന് കണ്ടേ. യേശു ക്രൂശിലെടുത്ത ജയം ഒന്ന് കണ്ടേ. ആ, പുറത്തു വാ. അയ്യോ, അതിനെ ഇങ്ങോട്ട് ഇറക്കി വിട്. അമ്മ ഇങ്ങോട്ട് ഇറക്കി വിട്. ആ, ഓടി വാ. ഇങ്ങോട്ട് നിന്നോ. ഇവിടെ നിന്നാ മതി. ഇങ്ങോട്ട് നോക്കിയാ മതി. Get out in Jesus' name. 17 വർഷത്തെ ചങ്ങലകൾ പൊട്ടുന്നു. 17 years of bondage. 17 വർഷത്തെ രോഗശക്തികൾ ഓടുന്നു ഈ ശരീരത്തിൽ നിന്ന്. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ആരാധന, ആരാധന, സ്തുതി. അവനൊരു കസര ഇരുത്തണം. നിനക്കിപ്പോ നടക്കാൻ പറ്റില്ല. അവിടെ ഇരുന്നു. ആരാധന, ഈ മിനിറ്റിൽ തന്നെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടയിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രോഗമുള്ളിടത്തേക്ക് കൈവച്ച യേശുവേ എന്ന് വിളിച്ചു. ജോസച്ചൻ എവിടെയാ നിൽക്കുന്നത്?
ജോസച്ച അവിടെയൊക്കെ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ നിത്യജീവന്റെ സമൃദ്ധി പലരുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സഹോദരനെ യേശു തൊടുന്ന ഞാൻ കാണുന്നു. കൈ ഉയർത്തിക്കും മകനെ, ഇങ്ങോട്ട് ഇറങ്ങി വാ. യേശു സൗഖ്യമാക്കുക നിന്നെ. ഓ, നിത്യജീവന്റെ സമൃദ്ധി. ഹല്ലേലൂയ. ആരാധന 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 സ്തുതിയെന്നും അവനെ. ആരാധന 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 സ്തുതിയെന്നും അവന്. ആരാധന 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 സ്തുതിയെന്നും അവന്. ആരാധന. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് ജോയ് തോമസ്. ജോയ് തോമസ്. എവിടുന്ന് വരുന്നു? തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. മകനെ, യേശു എന്നെ കാണിക്കുന്നു. ഇതാ ഈ പോക്കറ്റിലുള്ളതൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി. എനിക്ക് അതിൻ്റെ അകത്തുള്ള ഒന്നും വേണ്ട കേട്ടോ. ഈ കൈ ഞാൻ വെച്ചിരിക്കുന്ന സ്പോട്ടില്ലേ? അതെ. ഇവിടെ ഇവിടെ ആ ഇവിടെ നിങ്ങളവിടെ നിന്നപ്പോ കർത്താവ് പറയുന്നു, ഒന്നും പറയണ്ട, ഞാൻ അവനെ സൗഖ്യമാക്കുക എന്ന് പറയും. യേശുവിന്റെ ശക്തി അടിക്കുന്നു. ജീവൻ പ്രവേശിക്കുന്നു. സ്വീകരിച്ചു. അടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യം ഈ ചെസ്റ്റിലേക്ക് അടിക്കുന്നു. ശക്തി അടിക്കുന്നു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു. ഇയാളുടെ മേലെ അത് വ്യാപരിക്കുന്നു. ജീവൻ കയറുക, ജീവൻ കയറുക, ജീവൻ കയറുക. ആ പുനരുത്ഥാന ജീവനെ സ്വീകരിക്കുകയായി മകൻ. Touch. 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 അനേച്ചത് വലിയ സൗഖ്യമാണ്. Let me see. It's gone. It's gone. ഊരി നോക്കിയോ, ബട്ടൺസ് ഊരി നോക്കിയോ. It's gone. അവിടെ ഇല്ല അത്. യേശുവിനെ എടുത്തു. എനിക്ക് ഉറപ്പാ, എനിക്കൊരു സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നോക്കിയോ, നോക്കിയോ, ഉണ്ടോ അവിടെ? ഇല്ല, ഇല്ല. യേശു നല്ലവർ, യേശു വല്ലവർ, என்றென்றுം മാറാതെ. ശരിക്കും നോക്കിക്കേ, നല്ലതായിട്ട് നോക്കിക്കേ, നല്ലതായിട്ട് നോക്കിക്കേ. ഇല്ല. കരമടിച്ചോന്ന് യേശു. യേശു നല്ലവർ, യേശു വല്ലവർ, என்றென்றுം മാറാതവർ. ആ ജീവന്റെ സമൃദ്ധി. നീ ഹാർട്ട് ബ്ലോക്ക് നിമിത്തം മരിക്കേണ്ടവനല്ല. യേശുവിന്റെ തീരുമാനം നിന്റെ മേൽ കിടക്കുന്നു മകനെ. ഉയർത്തെഴുന്നേറ്റവൻ നിന്റെ മേൽ കരം വെച്ചിരിക്കുന്നു. ആ ശക്തി ഇന്ന് അക്ഷരാർത്ഥത്തിൽ രണ്ട് ക്രിയയാണ് ഒറ്റയടിക്ക് നടന്നിരിക്കുന്നത്. ഒന്ന്, ഒരു ഗ്രോത്ത് എടുത്തു മാറ്റുന്നതാണെങ്കിൽ, രണ്ട്, ബ്ലോക്ക് എടുത്തു മാറ്റുന്നതാണ്. 2 മിനിറ്റ് നടന്നിരിക്കുക. 2 മിനിറ്റ് നടന്നിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇതൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം. കർത്താവ് എന്നോടത് പറയുന്നു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതെ. ആര് പറഞ്ഞു ഇവിടെ വരാൻ? ഇവിടെ ഉണ്ട്. എൻ്റെ ഇളയ പെങ്ങൾ ഇവിടെ ഉണ്ട്. അവര് കൊണ്ടുവന്ന. എന്നായിരുന്നു ഇത് അറിഞ്ഞത്? മെനഞ്ഞാന്ന്. ഏത് ഹോസ്പിറ്റലാ ചെക്കപ്പിന് വിധേയമായ? തിരുവനന്തപുരം കിംസിലായിരുന്നു. കിംസ്.
അവിടുന്ന് അത് റെക്ടിഫൈ ചെയ്തേ? അതെ, ട്രീറ്റ്മെന്റിലായിരുന്നു. ഇനിയുണ്ട് ബ്ലോക്ക്. ജീസസ്. ഡോക്ടർ പറഞ്ഞ ആ ബ്ലോക്കിന്റെ ഇനി എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഒരെണ്ണം കൂടെ. അത് പോയി. ഞാൻ ചോദിക്കട്ടെ, ഇത് വല്ലതും ഇവിടെ വന്നപ്പോൾ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. നിങ്ങൾ അവിടെ നിന്ന് യേശു ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞാനിവിടെ തൊടുവാ, ഗ്രോത്തും എടുക്കുക ബ്ലോക്കും എടുക്കുക എന്ന് പറഞ്ഞു. കരമടിച്ച് യേശുവിന് ആരാധന ഉണ്ട്. ആരാധന, 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 സ്തുതിയും ആ സഹോദരി യേശു തൊടുന്നുണ്ട്. ആ സഹോദരി യേശു തൊടുന്നുണ്ട്. എന്നെ മക്കളെ വരുന്നേ? What happened? ഓക്കെ, എന്നെ പറ്റിയതാ അത്? എത്ര വർഷമായി? ഇങ്ങോട്ട് കയറി വാ. മെഡിക്കൽ സയൻസിൽ എന്താ മോനെ ആ രോഗത്തിന് പറയുന്നേ? പോലെ പൊങ്ങി പൊങ്ങി വരിക എൻ്റെ കാലയില്. ഓ, ഇപ്പൊ ടോട്ടൽ എത്ര മുഴ കാണും? 6 എണ്ണം ഉണ്ട്. നമുക്കൊന്ന് കർത്താവിനെ വിളിക്കാം. യേശുവിനെ സൗഖ്യമാക്കാൻ പറ്റാത്തതല്ല ഉണ്ടോ? അവിടുന്ന് ജീവിക്കുന്ന ദൈവമല്ലേ? എൻ്റെ യേശുവേ, അങ്ങയുടെ ശക്തി എന്റെ മേലായിക്കട്ടെ. അവിടുത്തെ പുനരുദ്ധാന ജീവനെ ഈ മകന്റെ മേലയച്ചോട്ടെ. ശക്തി അടിക്കുന്ന കാണുക ഇദ്ദേഹത്തിന്റെ മേൽ. ഇവന്റെ ശരീരം മുഴുവൻ കർത്താവ് സൗഖ്യമാക്കുക. തല മുതൽ താഴേക്ക് മുഴുവൻ ഞരമ്പുകളെയും യേശു തൊടുകയാണ്. ആമേൻ. കാണുക കാണുക കാണുക, കർത്താവ് തൊടുന്ന കാണുക. ഓ, യേശുവിന്റെ നാമത്തില് അനീജ ആ കൈ ഇങ്ങനെ ഓടിച്ചൊന്ന് പ്രാർത്ഥിക്കണേ. പ്രത്യേകിച്ച് ആ ഇടുപ്പ് മുതൽ താഴേക്ക്. മക്കളെ, ഇവന്റെ ഈ ചെരുപ്പൊക്കെ ഒന്ന് ഊരി കളഞ്ഞേടാ. വാഴുന്നു ശക്തിയും സ്നേഹവും ജ്ഞാനവും എന്നും നിറഞ്ഞവനാ. ആ അടിവയറ്റിൽ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. ആ മകന്റെ അടിവയറ്റിൽ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. ഓ യേശുവേ, അയാളെ ഒന്ന് പുറകെ പിടിച്ചോണേ ആരേലുവേ. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ഒരു നിഴൽ ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഓ, ആ മനുഷ്യനെ യേശു തുടർന്ന് കാണുക. അയാളെ യേശു തുടർന്ന്. ഓ, ആ ഇൻഡസ്ട്രൈൻ മുഴുവൻ കർത്താവ് പുതിയതാക്കുക. ആ ഇൻഡസ്ട്രൈൻ മുഴുവൻ കർത്താവ് പുതിയതാക്കുക. പുതിയ ദഹനേന്ദ്രിയങ്ങൾ അദ്ദേഹത്തിന് കർത്താവ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓ, പുതിയ ഓ, ഇപ്പോഴും ആ സൗഖ്യം വ്യാപരിച്ചോണ്ട് ഇയാളെ പിടിച്ചോണം. ആ കസേര മാറിയിട്ട് വേണേ അവിടെ കിടത്തിക്കോ. ആ സൗഖ്യം വ്യാപരിച്ചോണ്ടിരിക്കുക. വലിയ അഭിഷേകത്തിൽ അത് വ്യാപരിച്ചോണ്ടിരിക്കുക. ശക്തി അടിച്ചോണ്ടിരിക്കുക ശരീരത്തിലേക്ക്. ആണ്ടെ ആണ്ടെ അഴിഞ്ഞു പോകുന്നു. ഓ, വിട്ടുപോ വിട്ടുപോ വിട്ടുപോ. പിടിച്ചു നിർത്തണ്ട, അവിടെ കിടത്തിയേരെ. ഒഴിഞ്ഞു പോവാ. കൃപയാൽ നിലനിൽക്കുന്നു. കൃപയാൽ നിലനിൽക്കുന്നു. ദൈവകൃപയാൽ നിലനിൽക്കുന്നു. ആ സഹോദരന്മാർ വലിയ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വ്യക്തമായിട്ട് ഞാൻ കാണുന്ന അയാളുടെ ഉദരത്തിൽ എന്തൊക്കെയോ വലിയ ക്രിയ നടന്നുകൊണ്ടിരിക്കുക. ജീവൻ ഒന്നും കൈ വെച്ചൊന്ന് ഓടിപ്പോയി പ്രാർത്ഥിച്ചിട്ട് വാ. ഓ, വലിയ സൗഖ്യമാണ്, വലിയ സൗഖ്യമാണ്. മാറിക്കൊടുത്തു. ഓ, ഉദരം തന്നെ മുഴുവനായിട്ട് സൗഖ്യമാകുക. പുതിയ ആന്തരിക അവയവങ്ങളെ കർത്താവ് സൃഷ്ടിക്കുക. പുതിയ ആന്തരിക ഒന്ന് കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ചേ.
യേശു നല്ലവൻ ബെൽഫാസ്റ്റുകാരന് ചൂടില്ല. അവർ കൃപ என்றுമുള്ളത് യേശു നല്ലവൻ യേശുവേ. സർവ്വവല്ലവൻ അവർ കൃപ என்றுമുള്ളത് ഗോകുൽ വലിയ സൗഖ്യമാണ്. യേശു നല്ലവൻ സർവ്വവല്ലവൻ അവർ കൃപ കരമടിച്ച് യേശുവിനെ என்றுമുള്ളത് സൗഖ്യമായി കഴിഞ്ഞു. ആമേൻ. സൗഖ്യമായി കഴിഞ്ഞു. പരിപൂർണമായ സൗഖ്യം, ജീവന്റെ സമൃദ്ധി വ്യാപരിച്ചോണ്ട് നല്ലവർ സർവ്വവല്ലവർ അവർ കൃപ என்றுமுള്ളത് യേശു നല്ലവർ യേശു വല്ലവർ യേശു അവർ. എന്താ നിങ്ങളുടെ പേര്? സാബു. 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 സാബു ജോൺ. ഹല്ലേലൂയ. പാസ്റ്റർ വന്നോ? അതെ അതെ. പാസ്റ്റർമാരും ഈ വഴിക്കൊന്നും വരാറില്ലല്ലോ. ഇത് പിന്നെ എങ്ങനെ വന്നു? വിശ്വസിച്ച് വന്ന. ഹല്ലേലൂയ. സൗര പാസ്റ്ററെ, യേശുവിൻ്റെ കരം ഈ ചമ്മയിൽ പ്രത്യേകിച്ച് ഈ അടിഭാഗത്ത് തൊടുന്ന ഞാൻ കണ്ടു. വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പാണ്. 3 ക്രിയേറ്റീവ് മിറക്കിൾസ്, സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ അതിൻ്റെ അകത്ത് നടന്നു കഴിഞ്ഞു. യേശു അത് ചെയ്തു കഴിഞ്ഞു. പാസ്റ്റർ അങ്ങോട്ട് ഉറപ്പിച്ചു. ഒരാമേൻ അങ്ങ് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. കർത്താവ് നിങ്ങളെ തൊടാൻ പോവാണ്. കർത്താവ് നിങ്ങളെ തൊടാൻ. ജോമസ്റ്റർ ഉണ്ട് അവിടെ, കുഴപ്പമില്ല. അതെ, നിങ്ങളെല്ലാവരും കണ്ടോണേ. മകളെ യേശു ഇപ്പൊ തൊടുവേ. ഒഴിഞ്ഞു പോ. ഓ, ദാ പോണു. കാണുക. ഓ, അഴിയുക ശരീരത്തിൽ. ഓ, വലിയ ദൈവശക്തി ആ മകളുടെ മേലെ അടിച്ചോണ്ടിരിക്കുക. ഉയർത്തെഴുന്നേറ്റവൻ ആ മകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. ഉയർത്തെഴുന്നേറ്റ യേശു ആ മകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. ഈ അവൾ അവിടുന്ന് എഴുന്നേക്കുമ്പോ പൂർണ്ണ സൗഖ്യമായിട്ടാണ് എഴുന്നേക്കാൻ പോകുന്നത്. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. പോരാ. അവിടെ പുറകില് വെള്ള ചുരിദാറിട്ട് ആ മകളൊന്ന് കൈയ്യർത്തിക്ക്. ഒന്ന് വിളി. ഇടയ്ക്കോട്ട് ഇറങ്ങി നമ്മളെ. മോളാണോ അമ്മയാണോ ആർക്കറിയാം? മോഹൊന്നും കാണത്തില്ല. എന്നേലും ആട്ടെ. അവിടെ ഇരുന്നോ. ഇങ്ങോട്ട് നോക്കിക്കോ. യേശുവിനെ തൊടാൻ പോവുക. അപ്പം ശക്തി പുറപ്പെടുക. വേറെ വിശേഷമൊന്നും പറയാനില്ല. ഈ മിനിറ്റിൽ നിന്റെ ശരീരത്തെ കെട്ടിവെച്ചിരിക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തികൾ നിന്നെ വിട്ട് ഓടിപ്പോകും. പിടിച്ചു പറിക്കാൻ പറ്റാത്ത തരത്തിൽ കർത്താവ്. ഓ, ആണ്ടെ യേശുവിന്റെ ശക്തി അടിക്കുന്ന മകടമേ. ജീവൻ അടിക്കുന്ന കാണുക. ശക്തി അടിക്കുന്ന കാണുക. ഓ, ഒഴിയട്ടെ. ഓരോ ജോയിന്റുകളിലേക്കും അങ്ങനെ പറയാൻ കർത്താവ് പറയുന്നു. ആരാ ഒന്ന് ചെല്ലുന്നേ? ആരെങ്കിലും റിച്ചുമനെ ഒന്ന് ഓടിച്ചെന്ന് ഓടറ. ഓ, ആരാധന സ്തുതി എന്നും അവന്. പിടിച്ചോളാം. ഓ, ശക്തി അടിച്ചോണ്ടിരിക്കുന്നു. അവനെ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഈ സഹോദരൻ സൗഖ്യമാകും. ആ മകനെ യേശു തൊടുന്നുണ്ട്. ജോസച്ച, ആ മകൻ സൗഖ്യമാകുന്നുണ്ട്. അയാളുടെ മേൽ നിന്ന് 2 ഇരുട്ടിന്റെ ശക്തികൾ ഓടുന്നു ഞാൻ കാണുന്നു. ആ പുറത്ത് നിൽക്കുന്ന ആ സഹോദരി സൗഖ്യമാകുന്നുണ്ട്. ആ തലയിൽ വെള്ള തുണിയിട്ടിരിക്കുന്ന സഹോദരി, മകളെ നിന്നെ യേശു ഇപ്പൊ തൊടുക. ഓടിച്ചല്ലോ. അനിത അവിടെ ഉണ്ടോ? പിടിച്ചോണം. ആരാധന സ്തുതി എന്നും അവന്. ആരാധന മകനെ യേശു തൊടുന്നു. അയാളുടെ കഴുത്തേൽ ഒരു മുഴയുണ്ടോ എന്ന് ചോദിച്ചേ. ഉണ്ട്. കൈ അങ്ങോട്ട് വെച്ചോളാൻ പറ. പുറത്ത് ആ സഹോദരി സൗഖ്യമാവുക കേട്ടോ.
അവൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക കേട്ടോ. അവിടെ എല്ലാം പുറത്തെല്ലാം കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ നിൽക്കുന്ന ചേച്ചിയെ കർത്താവ് തൊടുന്നു. കൈകൂപ്പി നിൽക്കുന്ന ആളെന്ന് കൈ ഉയർത്തിക്കേ. അയ്യോ, ശക്തി അടിക്കുന്നു. ശക്തി പുറപ്പെടുന്നു, ശക്തി പുറപ്പെടുന്നു. ഓ, യേശുവിന്റെ ശക്തി പുറപ്പെടുന്നു. വലിയ സൗഖ്യമാ. രാജുബ്രദറാണ് അവിടെ ഇരിക്കുന്നത്. വായ്പാട് രാജുബ്രദറാണ് അവിടെ ഇരിക്കുന്നത്. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. മനുഷ്യ ഇയാൾ അവിടെ എഴുന്നേക്ക് പോയി പ്രാർത്ഥിക്കാം. കള്ള ഉപദേശം. വഴി കൊടുക്കാൻ സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി. അത്ഭുതം അപകടമേ നടന്നുകൊണ്ടിരിക്കുക. അവളുടെ തലയിലോട്ടൊന്ന് കൈവച്ച രാജുബ്രദറെ. ഓ, അയ്യോ, പിടിച്ചോണേ പിടിച്ചോണേ, അവരെ പിടിച്ചോണേ. ശക്തി അടിച്ചോണ്ടിരിക്കുക എപ്പോഴും. കർത്താവിന്റെ ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനരുത്ഥാനത്തിന്റെ ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവേ, യേശുവേ. ഇതാടെ ഈ സിദ്ധൂരെ വിട്ട ഈ ചേച്ചിയെ കർത്താവ് തൊടുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയെന്നു മോനെ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ എന്നൊന്ന് ഒരു വിളി അങ്ങോട്ട് വിളിച്ചേ. ചേച്ചിയുടെ പേരെന്നാ? പ്രമോദിനി. ആ, പേര് കൊള്ളാം കേട്ടോ. പ്രമോദിനി എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കൊള്ളാം അല്ലേ? യേശു സൗഖ്യമാക്കുക ഈ മകളെ. നാഥാ, ശക്തി 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 ശക്തി. അഭിഷേകം ഇറങ്ങട്ടെ. ഇവിടെ തോളിൽ നിന്ന് അഴിയട്ടെ. എന്നെ പറ്റിയതാ? ഇതാ വീണതാ. ഇത് ഞാൻ ഒരു 25 വർഷത്തിന് മുന്നേ വീണതാ. പിന്നെ ഒരു മുഴയുണ്ട് ഗർഭപാത്രത്തിൽ. യേശുവേ, കൈ അങ്ങോട്ട് വെച്ചോ. ഒറ്റ വിളി. പ്രമോദിനി യേശുവേ എന്നൊരു വിളി. ഓ, ഓപ്പറേഷൻ നടക്കുന്നു യൂട്രസിൽ. ഫൈബ്രോയിഡ് യേശു എടുത്തു മാറ്റുന്നു. ഓ, പിടിച്ചോണേ. ശക്തി അടിക്കുന്നു, ശക്തി അടിക്കുന്നു. ടച്ച് ടച്ച് ടച്ച്. ഷീ ഈസ് പെർഫെക്റ്റ്. ആമേൻ. കർത്താവളെ തൊട്ട്. ഹല്ലേലൂയ. നോക്ക്, 25 കൊല്ലമായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കി. ഹല്ലേലൂയ. ആരാധന ഉണ്ടോ നോക്കേ. കൈ പൊക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു. നോക്കട്ടെ. എന്താനന്ദം, എന്താനന്ദം, ശരിയായി, എന്താനന്ദം. ശരിയായി. ആ, ശരിയായി, ശരിയായി. എത്ര വർഷത്തിന് ശേഷം ഇങ്ങനെ കൈ പൊക്കുന്നേ? പൊങ്ങട്ടെ. 25 വർഷം. കരമടിച്ചോ യേശുവിന്. ആമേൻ. ആരാധന, ആരാധന, ആരാധന. ഓ, പ്രിയമുള്ളവരെ, അഭിഷേകത്തിന്റെ മഹാശക്തി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഏറ്റവും പുറകെ മുതൽ ഏറ്റവും മുമ്പിൽ വരെ ഒട്ടും കുറയാതെ ആ ദൈവകൃപ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്താലും ആമേൻ, പുത്രനായ യേശുവിന്റെ കൃപയാലും വിട്ടുപിരിയാത്ത പരിശുദ്ധാത്മാവിന്റെ സഹിതത്താലും നാം എല്ലാവരെയും വിശേഷിച്ച് ആദ്യമായിട്ട് നീ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും
ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് യേശുവിനോട് കൂടെ മേഘങ്ങൾ എടുക്കപ്പെടുന്ന ആ സുദിനം വരെയോ ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കപ്പെടുമാറാകട്ടെ. ജയന്തത യേശുവിനെ കരമടിച്ച്